الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇനിയും സുദീർഘമായ ഒരു പ്രഭാഷണം ഈ സദസ്സിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സുദീർഘമായ ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം, അജബൻ ലി അംരിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിൻ്റെ കാര്യം മഹാത്ഭുതമാണ്. അവന് നന്മ സംഭവിച്ചാലും അഥവാ ഖൈറ് സംഭവിച്ചാലും ഷർറ് സംഭവിച്ചാലും രണ്ടും അവന് ഗുണകരമാണ്. ഇത് ഒരു മുഅ്മിനിന് മാത്രം ഉള്ള പ്രത്യേകതയാണ്, ഒരു മുഅ്മിൻ മാത്രം അനുഭവിക്കുന്ന സൗകര്യമാണ്. ഇത് പറയാൻ കാരണം, ഈ അടുത്ത ദിനങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ, മീഡിയകളിലൂടെ വളരെ ശക്തമായി ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു സമൂഹമുണ്ട്, മുസ്ലിങ്ങൾ. ആ മുസ്ലിം സമൂഹത്തിൽ തന്നെ സലഫികൾ. പത്രമാധ്യമങ്ങളുടെ ഇടപെടൽ കണ്ട് ചില ആളുകൾ പേടിയോടെ ചോദിച്ചു, അല്ല ഇതെങ്ങോട്ടാണ്, ഇതെവിടെയാണ് എത്തുക എന്ന്. സത്യത്തിൽ അതും ഒരു ഖൈറാണ്. ബഹുമാന്യനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം സാധാരണ പറയുന്ന ഒരു കഥയുണ്ട്. കാട്ടിൽ വേട്ടയ്ക്ക് പോയ ഒരു രാജാവിൻ്റെ കഥ. ആ രാജാവിനൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രിക്കൊരു സ്വഭാവമുണ്ട്. എന്ത് സംഭവിച്ചാലും മന്ത്രി പറയും അത് നല്ലതിനാണ്. അവസാനം വേട്ടക്കിടയിൽ രാജാവിൻ്റെ കൈമുറിഞ്ഞപ്പോൾ
ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന രാജാവിനെ നോക്കിയിട്ട് മന്ത്രി പറഞ്ഞത്രേ, ഇതും നല്ലതിനാണ്. രാജാവിനെ ദേഷ്യം പിടിച്ചു. രാജാവ് മന്ത്രിയെ ഒരു മരത്തിൽ കെട്ടിയിട്ടു, ഘോരവനത്തിൽ. എന്നിട്ട് മൂപ്പരൊറ്റക്ക് പോയി. കുറേ അങ്ങ് ചെന്നപ്പോൾ കാട്ടാളന്മാർ രാജാവിനെ പിടിച്ചു തൻ്റെ ദേവതയ്ക്ക് ബലിയർപ്പിക്കാൻ ഒരുങ്ങി. അങ്ങനെ രാജാവ് കാട്ടാളന്മാരെ പിടിയിൽപ്പെട്ടപ്പോൾ രാജാവിനെ അവരൊന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ രാജാവിൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞു, ഈ വൈകല്യമുള്ളത് നമ്മുടെ മൂർത്തിക്ക് ബലിയായി പറ്റൂല. രാജാവിനെ അവർ വിട്ടയച്ചു. അപ്പോഴാണ് മനസ്സിലായത് നേരത്തെ മന്ത്രി പറഞ്ഞ വർത്തമാനത്തിൻ്റെ അർത്ഥം. രാജാവേ, ഇതും നല്ലതിനാണ്. ഇതുപോലെ സലഫി സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായ പ്രചാരവേലകൾ നടക്കുമ്പോൾ സലഫികൾ അന്തസ്സോടെ പറയാൻ ഇതും നല്ലതിനാണ്. കാരണം ഇന്ന് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് ഈ സലഫി, എന്താണ് ഈ സലഫിയത്ത്? പത്രക്കാരും എഴുത്തുകാരും ചിന്തകന്മാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഈ സലഫിയത്ത്? സ്വാഭാവികമായും ആ സലഫിയത്തിനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനും അന്വേഷിക്കുവാനും ആളുകൾ രംഗത്ത് വരികയാണ്. എന്തുകൊണ്ട് ഈ സലഫിയത്ത് ലോകത്ത് വലിയ ചർച്ചയാകുന്നു എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങളാരും തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, ഞങ്ങൾ ഐസിസിൻ്റെ ആളുകളല്ല എന്ന് പറയുന്നതിനേക്കാളും വലിയ ഗതികേട് നമുക്കുണ്ടോ? നമ്മൾ ഭീകരവാദികളല്ല എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ ആരെയെങ്കിലും? നമ്മൾ തീവ്രവാദികളല്ല എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ ആരെയെങ്കിലും? ഭീകരത അല്ലെങ്കിൽ തീവ്രവാദം എന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് അജണ്ടയായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ പറയേണ്ട സാഹചര്യം ഒരുക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് ഒരു ക്ഷമാപണത്തിന്റെ സ്വരത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ തീവ്രവാദികളല്ലേ, ഞങ്ങൾ ഭീകരവാദികളല്ലേ എന്ന് പറയേണ്ട ഗതികേട് മുസ്ലിം ഉമ്മത്തിന് വരുത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ചില നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മുസ്ലിം എന്ന നിലക്ക് അന്തസ്സായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയേണ്ട ചില നിലപാടുകൾ, ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാതെ ഉറക്കെ പറയേണ്ട നിലപാടുകൾ, ആ നിലപാടുകൾ കൃത്യമാണ്. ഇന്നിൻ്റെ സാഹചര്യം അത് പറയാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. കാരണം മുസ്ലിമിൻ്റെ കയ്യിലുള്ളത് മുഴുവനും പേടിപ്പെടുത്തുന്നതാണ് ഒരു വലിയ ജനതക്ക്. ഇസ്ലാമിനെ പേടിക്കുന്ന, മുസ്ലിമിനെ പേടിക്കുന്ന ഒരു വലിയ ജനത, ഇസ്ലാമിക സമൂഹത്തെ കണ്ടാൽ പേടിക്കുന്ന ജനത. ആ മുസ്ലിമിൻ്റെ കയ്യിൽ ഒരു ഫോർക്ക് കണ്ടാൽ, ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ ഒരു സ്പൂണ് കണ്ടാൽ, മുസ്ലിമിൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റ് കണ്ടാൽ, മുസ്ലിമിൻ്റെ കയ്യിൽ ഒരു ബ്രഷ് കണ്ടാൽ അതിനെപ്പോലും പേടിക്കുകയാണ്. നമ്മൾ കണ്ടു ഭോപ്പാലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിനങ്ങളിൽ നടന്ന നാടകങ്ങൾ. നമ്മുടെ നാട്ടിലെ മീഡിയകൾ, നമ്മുടെ നാട്ടിലെ ചിന്തകന്മാർ, നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ, നമ്മുടെ നാട്ടിലെ നിയമകൂടത്തിലെ ചില ബുദ്ധി രാക്ഷസന്മാർ മായാവി കഥകൾ മെനയാൻ, രാക്ഷസ കഥകൾ മെനയാൻ മിടുക്കന്മാരാണ്. ഇവരൊക്കെ വല്ല നോവലിസ്റ്റുകളായിരുന്നെങ്കിൽ, എഴുത്തുകാരായിരുന്നുവെങ്കിൽ ഇവരുടെ ഈ കഥകൾക്ക് വലിയ വലിയ സമ്മാനങ്ങൾ, പുരസ്കാരങ്ങൾ ലഭിക്കുമായിരുന്നു. അത്രമാത്രം വലിയ കഥകളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലേറ്റ് കൊണ്ട് പോരാടുന്നവൻ, ഒരു ഫോർക്ക് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോരാടുന്നവൻ, ആ സ്പൂണ് കൊണ്ട് കുത്തിത്തുലക്കുന്നവൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മളൊരു സ്പൂൺ എടുത്താൽ ഇപ്പോൾ അത് കാണുമ്പോൾ ചിരിയാണ്. ഇന്ന് ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു സ്പൂണ് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് മാരകായുധമെത്തി. പ്ലേറ്റ് എടുത്തു വെച്ചാൽ സുബ്ഹാന ജല്ല ജലാലുഹു, ഇതെന്താ വന്നിരിക്കുന്നത്? പരിചയത്തി, ബുള്ളറ്റ് പ്രൂഫാണ് പ്ലേറ്റ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ മനുഷ്യന്മാരോട് എഴുന്നേറ്റ് ഇത് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതാരോടാ പറയേണ്ടത്? നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളായ പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാരോട്, പേനയുന്തികളോട് നാണത്തോടെ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു, സ്പൂൺ മാരകായുധമോ, ഫോർക്ക് മാരകായുധമോ, പ്ലേറ്റ് മാരകായുധമോ? വല്ലാത്ത സംഭവമാണിതല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുക. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ കുറച്ച് കൊള്ളക്കാരൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് ഈ പാലക്കാട് സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി അവരെൻ്റെ വീട് ലോക്ക് ചെയ്ത് പൊക്കളഞ്ഞു. ഞാൻ നേരെ
ബാത്റൂമിൽ കയറി എൻ്റെ ബ്രഷ് എടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ പൂട്ടിലിട്ട് തിരിച്ചു, അഥവാ കൊള്ളക്കാർ പൂട്ടിയ പൂട്ടിലിട്ട് തിരിച്ചു തുറന്നു. പുറത്തിറങ്ങിയപ്പോൾ എന്നെ പൂട്ടിയിട്ട കൊള്ളക്കാരതാ പുറത്ത്. ഞാൻ ഓടി അകത്തേക്ക് കയറി അടുക്കളയിൽ പോയി സ്പൂൺ എടുത്തു. എന്നിട്ട് അവരുമായി പോരാടി. അവരെന്റെ നേരെ വെടിവെച്ചു. വെടികുതിർത്തപ്പോ ഞാൻ നേരെ പ്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന് തടഞ്ഞു. എന്ന് പറഞ്ഞാൽ മൗലവി ഇതെന്ത് ജാതി വെടിയാ എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുമെങ്കിൽ, നമ്മുടെ നാട്ടിലെ നിയമകൂടം നമ്മോട് പറയുകയാണ്, ഭരണകൂടം നമ്മോട് പറയുകയാണ്, ഭരണ സംവിധാനം നമ്മോട് പറയുകയാണ്, കുറച്ച് തീവ്രവാദികൾ ജയിലിൽ ചാടിയത്, ജയിലിലെ വമ്പൻ പൂട്ട് അവരുടെ ബ്രഷിട്ട് തുറന്നു, എന്നിട്ട് ചാടി പുറത്തിറങ്ങി, എന്നിട്ടോ സ്പൂൺ കൊണ്ട് പോലീസുകാരുമായി പോരാടി, എന്നിട്ടോ അവരെ വെടിവെച്ചപ്പോ പ്ലേറ്റ് കൊണ്ട് അവർ തടുത്തു, എന്നിട്ടോ 36 അടി ഉയരമുള്ള ആ മതിൽക്കെട്ട് അവരുടെ പുതപ്പ് കെട്ടി അവർ ചാടി പുറത്തിറങ്ങി എന്ന് പറയുമ്പോ ഇതാരാ പറയുന്നത്? ഇതാരോടാ പറയുന്നത്? ഈ കഥ കേട്ടിട്ട് ഇതിന്റെ പിന്നിലുള്ള അജണ്ടകളെ സംബന്ധിച്ച് പറഞ്ഞു തരണോ? ഇവിടെയാ നമ്മൾ കൈകൂപ്പി പറയുന്നത്, ഞങ്ങൾ തീവ്രവാദികളല്ലേ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്പൂണ് തീവ്രവാദമല്ല, തോക്കല്ല എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ആരുടെ മുന്നിലാണ് നമ്മൾ കൈകൂപ്പാൻ നിൽക്കുന്നത്? നമ്മൾ തലയെടുക്കാൻ വരുന്ന, തലകൊയ്യാൻ വരുന്ന, അതിനുവേണ്ടി അജണ്ടകൾ നിശ്ചയിച്ച മനുഷ്യന്റെ മുന്നിൽ, വെട്ടാൻ വരുന്ന പോത്തിന് മുന്നിൽ വേദമോതുക എന്നതുപോലെ നിന്ന് എത്ര കാലം വേദമോതും? നമുക്ക് വേദമോദണ്ട, നമുക്ക് ധൈര്യത്തെ പറയാം, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വരികയാണോ? മരിക്കാൻ ഞങ്ങൾക്ക് പേടിയില്ല. മരിക്കാൻ പേടിയുള്ള ജനതയല്ല ഇത്, മരിക്കാൻ ഭയമുള്ള ജനതയല്ല ഇത്. ഈ ദുനിയാവിന്റെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ആലോചിക്കുന്നതും ദായി കാണുന്ന മണ്ണിനടിയിലെ ജീവിതത്തെ കുറിച്ചാണ്. ദുനിയാവിൽ കെട്ടിപ്പൊക്കിയ സൗധങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകപ്പെടുന്ന ആഡംബരങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ഈ 6 അടി മണ്ണിന്റെ ചുവട്ടിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആഡംബരത്തെ കുറിച്ച്, ആ 6 അടി മണ്ണിന്റെ ചുവട്ടിൽ കിട്ടുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചു ജീവിക്കുന്ന ഒരു ജനതയാണ് ഞങ്ങള്. അതുകൊണ്ട് കൊല്ലും തട്ടിക്കളയുമെന്ന് പറഞ്ഞ ആരും പേടിപ്പിക്കരുത്. മുസ്ലിം മത്ത് പേടിക്കൂല, ഒരു മുസ്ലിമും പേടിക്കൂല. അതവൻ തീവ്രവാദി ആയതുകൊണ്ടല്ല, ഭീകരവാദി ആയതുകൊണ്ടല്ല. നേരെ മറിച്ച് അവന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ നിരാളങ്ങളിൽ അവൻ ഉറപ്പിച്ചു വെച്ചൊരു വിശ്വാസമുണ്ട്, അജയ്യമായ വിശ്വാസം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത വിശ്വാസം, ഹൃദയത്തെ സമാധാനിപ്പിക്കുന്ന, ചോര തിളക്കാതെ അതിനെ തണുപ്പിക്കുന്ന, ഹൃദയം ചകിതമാകാതെ വിറക്കാതെ നിലനിർത്തുന്ന മഹത്തായ ആദർശം. അത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിന്റെ ഖദായിലും പടച്ചവന്റെ ഖദറിലുമുള്ള വിശ്വാസമാണ്. ആ റബ്ബിന്റെ ഖദാ എന്തോ അത് മാത്രമേ സംഭവിക്കൂ എന്ന വിശ്വാസമാണ്. ആ വിശ്വാസം നെഞ്ചകത്ത് സൂക്ഷിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഉപരിലോകത്തുള്ള പ്രതിഭാസങ്ങളിൽ മനുഷ്യന് വന്നു ഭവിക്കുന്ന പ്രതിസന്ധികളെ ഓർത്ത് ചകിതമാകൂല, പുറകോട്ട് പോകൂല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിറക്കൂല. നേരെ മറിച്ച് അല്ലാഹുവിൽ തവക്കുലാക്കി ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നവനാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്താമെന്ന ഫാഷിസ്റ്റ് ചിന്താഗതി, അഥവാ ഒരുത്തനെ കൊന്ന് 1000 പേരെ പേടിപ്പിക്കാം, ഭയപ്പെടുത്താമെന്ന ഫാഷിസ്റ്റ് തത്വശാസ്ത്രം മുസ്ലിം ഉമ്മത്തിൽ വിലപ്പോവില്ല. അത് തുറന്ന് പറയാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകണം. മരിക്കാൻ പേടി ഞങ്ങൾക്കില്ല എന്ന് തുറന്ന് പറയാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകണം. ഇനി അല്ല, മരിക്കാൻ പേടിയുണ്ടോ മുസ്ലിം ഉമ്മത്തിന്? മുസ്ലിം ഉമ്മത്ത് മരണത്തെ പേടിച്ചോ? അന്നാണ് മുസ്ലിം ഉമ്മത്തിന്റെ പതനമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്, നബി പഠിപ്പിച്ചതാണത്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, നിന്റെ നേരെ ആളുകൾ കൈനീട്ടും, ഏതുപോലെ കമാ തദഅൽ ആകിലതു ഇലാ കസ്അതിഹാ, വിശന്നൊട്ടിയ വയറുമായിരിക്കുന്നവൻ അവന്റെ മുന്നിലുള്ള ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ മുസ്ലിമേ നിന്റെ നേരെ ആളുകൾ കൈനീട്ടിക്കൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ, എണ്ണത്തിൽ കുറവായിരിക്കുമോ? നബി പറഞ്ഞു, അല്ല, നേരെ മറിച്ച് നിങ്ങൾ അന്ന് ഭൂരിപക്ഷമായിരിക്കും. നിങ്ങളുടെ സെൻസസ് എടുത്താൽ കോടികളുടെ കണക്ക് പറയാനുണ്ടാകും. പക്ഷേ അന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ, അവർ വെള്ളത്തിലൂടെ ഒഴുകി ഒലിക്കുന്ന ചപ്പുചവറ് ചണ്ടുകളെ പോലെയായിരിക്കും. മാത്രമല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു രോഗം ബാധിക്കും. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബി ആ രോഗം? വഹൻ എന്ന രോഗമായിരിക്കുമെന്ന് റസൂല് പറഞ്ഞു. വഹൻ എന്ന രോഗം അതുവരെ അവർ കേട്ടിട്ടില്ലാത്തൊരു രോഗമാണ്, അവർക്കത് മനസ്സിലായില്ല. നബിയോട് അവർ ചോദിച്ചു, മൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ വഹൻ?
എന്താണ് നബിയെ വഹൻ? റസൂൽ പറഞ്ഞു ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. വഹൻ എന്ന രോഗം ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള ആർത്തിയാണ്, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണ്. മുസ്ലിം ഉമ്മത്തിന് അതുണ്ടാകൂല, മുസ്ലിം ഉമ്മത്തിന് അതുണ്ടാകൂല. ആ പേടിയുള്ളത് ജൂതനാണ്. ശുദ്ധ ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത്, ജൂതനെ വെല്ലുവിളിച്ചത്. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത്ത്. അല്ലാഹു യഹൂദികളെ വെല്ലുവിളിച്ചു, നിങ്ങൾ പറയുന്നത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടപ്പെട്ടവരാണെന്നാണല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നാണല്ലോ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണെന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നിങ്ങൾ ജൂത പരമ്പരയിൽപ്പെട്ടു എന്ന കാരണത്താൽ തന്നെ നിങ്ങൾ സ്വർഗത്തിലാണെന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്. എങ്കിൽ ഫതമന്നഉൽ മൗത്ത്, നീ മരിക്കാൻ റെഡിയാണോ? മരണം നീ കൊതിക്കുമോ? മരിക്കാൻ നീ തയ്യാറാണോ എന്ന് ജൂതനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് മറുപടി പറഞ്ഞു, ഇല്ല, വലാ യതമന്നൗനഹു അബദം ബിമാ ഖദ്ദമത് ഐദീഹിം. ഒരിക്കലും ജൂതൻ മരണം കൊതിക്കൂല, ജൂതന് മരണം വേണ്ട. പക്ഷെ മുസ്ലിം നേരെ തിരിച്ചാണ്, മുസ്ലിം നേരെ തിരിച്ചാണ്. അങ്ങനെ അവൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് ജീവിതാന്ത്യം വരെ അത് കാത്തു സൂക്ഷിച്ച് അവസാനം ആ റബ്ബിന്റെ മുന്നിൽ ഹാജരാകുമ്പോ ആ റബ്ബിന്റെ പൊരുത്തം കാക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് മരിക്കാൻ തയ്യാറായ ഒരു സമൂഹം, മരണം ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം, മരണം മുസ്ലിമായി കൊണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ കൊല്ലും എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്, തട്ടിക്കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. ഇത് സമൂഹത്തോട് ഉറക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ കൂപ്പുകയുമായി ലോകാവസാനം വരെ നമ്മൾ നിൽക്കേണ്ടി വരും. ലോകാവസാനം വരെ ഈ കൂപ്പുകയുമായി നിൽക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മെ നോക്കി വിളിക്കും രാജ്യദ്രോഹി എന്ന്. സഹിക്കാൻ പറ്റില്ല മുസ്ലിമിനത്. എന്നെ നോക്കി നീ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂലത്. കാരണം എന്റെ മതം എന്നെ പഠിപ്പിച്ച ചില മൂല്യങ്ങളുണ്ട്, എന്റെ മതം എനിക്ക് കൈമാറി തന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മതം എന്നോട് പറഞ്ഞത് നിന്റെ രാജ്യത്തെ സേവിക്കണമെന്നാണ്, നിന്റെ രാജ്യത്തെ ഇഷ്ടപ്പെടണമെന്നാണ്, നിന്റെ രാജ്യത്തോട് കൂറു പുലർത്തണമെന്നാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകയാക്കി കാണിച്ചത് അബൂബക്കർ ബഗ്ദാദിയല്ല, ഉസാമ ബിൻ ലാദനെയല്ല. നീ ഉസാമ ബിൻ ലാദനെ നോക്കിയിട്ട് മതം പഠിക്കണമെന്ന് അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടില്ല. അബൂബക്കർ ബഗ്ദാദിയെ നോക്കിയിട്ട് മതം പഠിക്കണമെന്ന് അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ മതം എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് ചങ്ങാതിമാരെ അറിയില്ല, ഈ ആളുകളെ എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണല്ലോ, മിണ്ടിയാൽ ഐസിസ് ആണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെറിയ മണിയടിച്ച് കടന്നു വരുന്ന ഗോപാലൻ ചേട്ടന്റെ ഐസ് മിഠായി അല്ലാതെ എനിക്ക് ചങ്ങാതിമാരെ അറിഞ്ഞുകൂടാ. ഈ ഐസ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഐസ് മിഠായി അറിയാം, പക്ഷേ ഈ ഐസിസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഈ ഐസിസ്? ഭയങ്കര ചർച്ച, പത്രങ്ങളിൽ അതില്ലാതെ വേറൊരു വാർത്ത പുറത്തേക്ക് വിടൂല. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട്. ഒരു QHLS-മായി ബന്ധപ്പെട്ട പ്രചരണം, അതുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രീറ്റ് ദഅ്വ, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറെ പത്രക്കാർ വന്നു. QHLS-മായി ബന്ധപ്പെട്ടതിൻ്റെ സ്ട്രീറ്റ് ദഅ്വ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം പത്രക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് പറയണം. ഞാൻ പറഞ്ഞു, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന കേരളം കണ്ട വലിയൊരു സംവിധാനം, ആ സംവിധാനത്തിന്റെ സംസ്ഥാന സംഗമം എല്ലാ വർഷവും നടക്കുന്നതാണ്. ഈ നഗരിയും ഈ പാലക്കാട് കോട്ടമൈതാനവും ആ സംഗമത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. ഇതുപോലെ ഇൻഷാ അല്ലാഹ് 12, 13 തീയതികളിൽ ആലപ്പുഴയിലും അത്തരമൊരു സംഗമം നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരും എല്ലാ വിഭാഗക്കാരും മഹത്തായ സംഗമത്തിൽ വരണം, ഖുർആനെ സംബന്ധിച്ച് പഠിക്കണം, ഖുർആൻ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞപ്പോൾ പത്രക്കാരിൽ ഒരാൾ പറഞ്ഞു, പഞ്ച് പോരാ, പഞ്ച് പോരാ. എന്താ ഈ പഞ്ച് പോരാ എന്ന് പറഞ്ഞത്? വാർത്തക്കുള്ള പഞ്ചായിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇനി എന്താ ഞാൻ പഞ്ച് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, 2 തീവ്രവാദം 3 ഭീകരവാദം. ഇതിനിടയിൽ 2 തീവ്രവാദവും 2 ഭീകരവാദവും കയറ്റിയാലേ വാർത്തക്കൊരു പഞ്ച് കിട്ടൂ. ഞാൻ ചോദിക്കാണ്, സുഹൃത്തുക്കളെ, ഏത് ലോകത്തെ അവർ ജീവിക്കുന്നത്? വാർത്തക്ക് പഞ്ചുണ്ടാക്കാൻ അതിൻ്റെ ഉള്ളിലെല്ലാം ഭീകരതയും തീവ്രവാദവും കുത്തിക്കയറ്റി അത്
കൂടുതൽ കൂടുതൽ പൊലിപ്പിക്കാൻ. എന്താ ഈ തീവ്രവാദവും ഭീകരവാദവും? മസാലയാ? ഇറച്ചിക്കറിക്ക് മസാല കൂട്ടുന്നത് പോലെ, ഉപ്പിടുന്നത് പോലെ, മുളക് ചേർക്കുന്നത് പോലെ തീവ്രവാദവും ഭീകരവാദവും ഇല്ല എങ്കിൽ കറിക്കൊരു രുചിയില്ല. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മീഡിയകൾ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ ഈ രോഗത്തിന് ചികിത്സ വേണ്ടത്. ഇതൊരു മാനസിക രോഗം. ആ രോഗത്തിന് ചികിത്സ വേണം. ആ രോഗത്തിന് ചികിത്സ കൊടുക്കാത്തിടത്തോളം മുസ്ലിം ഉമ്മത്തെ തൊഴുകയുമായി കാത്തുനിന്നോ. നിങ്ങൾ തെരുവുകളിൽ നിങ്ങൾ തെണ്ടിക്കോ, എന്നിട്ട് തെണ്ടി പറയൂ, കൈകൂപ്പി പറ, ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ സംശയിക്കല്ലേ. ഇതിന് മരുന്ന് വേണം. ഇതിന് മരുന്ന് വേണം. ആ മരുന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ദിഷണയിൽ നിന്ന് വരണം. അതിന്റെ മരുന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ചിന്തയിൽ നിന്ന് വരണം, മുസ്ലിം ഉമ്മത്തിന്റെ ബുദ്ധിയിൽ നിന്ന് വരണം. കാരണം ഇത് ഒരു ഇന്റലക്ച്വൽ അറ്റാക്കാണ്, ബുദ്ധിപരമായ അറ്റാക്കാണ് അല്ലേ? ഏക സിവിൽ കോഡ് പോലും നമുക്കിടയിലേക്ക് ചർച്ചക്കിടക്കിടക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഏക സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ പറയുമ്പോൾ, ആ രൂപത്തിലൊരു സംസാരം വരുമ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് കാണാം മുത്തലാഖ്. ഏക സിവിൽ കോഡിനെ പറ്റി പറയുമ്പോൾ അപ്പൊ തന്നെ മുത്തലാഖ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത്, ആ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീജനങ്ങൾ മുഴുവനും അങ്ങേറ്റം സങ്കടത്തിലാണ്, അങ്ങേറ്റം പ്രയാസത്തിലാണ്. അവർ കരയുകയാണ്. കാരണം ത്വലാഖ് ചൊല്ലി ചൊല്ലി ചൊല്ലി, മൊഴി ചൊല്ലി 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 ഇവിടുത്തെ മുസ്ലിമീങ്ങൾ സ്ത്രീകളെ പീഡിപ്പിക്കുകയാണ് അല്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മുത്തലാഖ് ക്യാമ്പയിൻ നടത്തുകയാണ്. ഈ അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കുവാൻ വേണ്ടി ബൂട്ടിട്ട കാലുകൊണ്ട് ആരും ടാറിട്ട റോഡ് ചവിട്ടിപ്പൊളിക്കണ്ട. ഇത് അള്ളാന്റെ മതാണ്. ഇത് സംരക്ഷിക്കാൻ അള്ളാഹു ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരാൾക്കൂട്ടത്തെയും അല്ല ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഭരണകൂടത്തെയും അല്ല ഏൽപ്പിച്ചിട്ടില്ല, ഒരു നിയമകൂടത്തെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല, ഒരു രാജ്യത്തെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ ദീനിന്റെ പ്രത്യേകത റബ്ബ് പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഇത് അവതരിപ്പിച്ചത്, നാം അത് സംരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് ഇതിനെ തകർത്ത് കളയും, പൊളിച്ചു കളയുമെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇത് തകർന്നു പോകണമായിരുന്നു. ഇത് തകർന്നു പോകില്ല, ഇത് തകരൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമാത്രം കൃത്യമായി ഒരു വേള ഇത് തകർന്നു എന്ന് തോന്നുമ്പോൾ പോലും ഇല്ല, ഇതൊരിക്കലും തകരുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംരക്ഷിക്കും. പടച്ച റബ്ബ് അത് സംരക്ഷിക്കും, സംശയം വേണ്ട. നിങ്ങൾക്കറിയോ, അതുകൊണ്ട് ആ ഒരു ബോധം മനസ്സിൽ സൂക്ഷിക്കുവാൻ ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ സംവിധാനത്തെക്കുറിച്ച്, പടച്ച റബ്ബ് ഏർപ്പെടുത്തിയ സംവിധാനത്തെക്കുറിച്ച് ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ലയോ. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ലോകം കണ്ട നേതാവിന്റെ വരവ് അത് മാത്രം മതി. കാരണം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായ ഖലീലുല്ലാഹ് എന്ന സ്ഥാനപ്പേര് കിട്ടിയ ഒരു പ്രവാചകൻ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിക്ക് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചു കിട്ടിയ സന്താനം, ദുആ ചെയ്തു റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന് വിവാഹം കഴിഞ്ഞ നാള് മുതൽ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് അവസാനം ഇബ്രാഹിം നബി വയസ്സായിട്ടും ഒരു സന്താനം കിട്ടാതെ വിഷമിക്കുമ്പോ തന്റെ ഭാര്യ സാറ തന്റെ അടിമ സ്ത്രീയായിരുന്ന ഹാജറിനെ മോചിപ്പിച്ച് തന്റെ ഭർത്താവിനെ ഇണയാക്കി കൊടുത്ത്, താങ്കളുടെ ആഗ്രഹം എന്നിലൂടെ സാധിക്കില്ല എങ്കിൽ ഇവളിലൂടെ സാധിക്കുമെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിവാഹം ചെയ്തു. അവിടെ ആ ദാമ്പത്യത്തിൽ ഒരു കുട്ടി ജനിച്ചപ്പോ ആദ്യം അള്ളാഹ് പറഞ്ഞത് കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്നാണ്. എവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ? മക്ക എന്ന നാട്ടിൽ, ഒരു പുല്ലുമുളക്കാത്ത നാട്ടിൽ, ഒരു തരിമ്പ് വെള്ളമില്ലാത്ത നാട്ടിൽ, ആ ഒരു തരത്തിലും ജീവന്റെ തുടിപ്പ് കാണാൻ കഴിയാത്ത മക്ക എന്ന നാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കുടുംബത്തിന്റെ, ആ സ്ത്രീയുടെ, ആ കുഞ്ഞിന്റെ കൈപിടിച്ച് നേരെ പോയി മക്ക എന്ന വിജനമായ മണ്ണിലേക്ക്. അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെണ്ണ്, ആ പെണ്ണിനെയും സന്താനത്തെയും ഒരു പുല്ലുമുളക്കാത്ത, ഒരു തരി വെള്ളമില്ലാത്തടത്ത് ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം മാത്രം കൊടുത്തിട്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോരുമ്പോ ആ പെണ്ണിനൊന്നും മനസ്സിലായില്ല. ആ പെണ്ണോടി വന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നാലെ ഓടി വന്നു ആ പെണ്ണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ മടങ്ങിപ്പോകുന്ന ഭർത്താവിനെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, യാ ഇബ്രാഹിം ഇലാ മൻ തത്റുകുന, ഞങ്ങളെ എവിടെ ഉപേക്ഷിച്ചാ പോകുന്നത്? ഞങ്ങളെ എവിടെ ഉപേക്ഷിച്ചാ പോകുന്നത്? ഞങ്ങളെ എവിടെ ഉപേക്ഷിച്ചാ പോകുന്നത് എന്ന് ചോദിച്ചു. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം ആവർത്തിച്ച് ചോദിക്കുമ്പോ
മൂന്നാം വട്ടം മാത്രം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നിന്ന് ഭാര്യയോട് പറഞ്ഞു, ഇലല്ലാഹ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചാ ഞാൻ നിന്നെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത് എന്ന് ആ ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറയുമ്പോ മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, ഇബ്രാഹിം നബിയോട് പറഞ്ഞത്, എങ്കിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. റളീതു ബില്ലാഹ്, അള്ളാഹുവിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പടച്ചവനിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫറജഅത്, ഹദീസിൽ കാണുന്നത് ആ മഹദി പിന്നെ തിരിഞ്ഞു നടന്നു എന്നാണ്. എങ്ങോട്ട്? തന്റെ കുഞ്ഞിന്റെ അടുക്കലേക്ക്. പാത്രത്തിലെ വെള്ളം ഉപയോഗിച്ചു, ആ വെള്ളം കുടിച്ചു. ആ വെള്ളം കുടിച്ച് അതുകൊണ്ട് ദാഹമടക്കി തന്റെ കുട്ടിക്ക് മുലയൂട്ടി. ഓരോ ദിവസവും കഴിഞ്ഞുപോയി. മഹദിയായ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അന്ന് ഇളയുച്ചയുണ്ടായിട്ടുണ്ട്, അന്ന് നട്ടുച്ച കടന്നു വന്നിട്ടുണ്ട്, അന്ന് വൈകുന്നേരം ഉണ്ടായിട്ടുണ്ട്, അന്ന് പാതിരാത്രി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. രാവും പകലും വ്യത്യാസമില്ലാതെ ആ ഉമ്മയും മകനും ആ മരുഭൂമിയുടെ മധ്യത്തിൽ ഒരു തരി സഹായമില്ലാതെ, ഒരു ജീവന്റെ തുടിപ്പ് കാണാതെ, ഒരു തരി വെള്ളം കാണാതെ, മറ്റു സംവിധാനങ്ങളൊന്നുമില്ലാതെ കഴിച്ചുകൂട്ടി. അവസാനം തോൽപാത്രത്തിലെ വെള്ളവും തീർന്നു. അവ വിഷമിച്ച ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടി കരയുമ്പോ മുല കൊടുക്കാൻ വേണ്ടി മടിയിലെടുത്തു വെക്കുമ്പോ ഇതാ മുല ചുരുത്തുന്നില്ല, പാല് വറ്റിപ്പോയിരിക്കുന്നു. മഹദിയാകെ വിഷമിച്ചു, കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ കുട്ടി അവിടെ ഇരുത്തിയിട്ട് നേരെ ഓടുകയാണ് സഫയിലേക്ക്. എന്തിനാ ഓടിയത്? ആരെങ്കിലും അവിടെയുണ്ടോ, ലഅല്ലി ഉഹിസ്സു അഹദാ, ആരെങ്കിലും കാണാൻ കഴിയുമോ എന്ന് വിചാരിച്ച്, ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കിക്കൊണ്ട് മഹദി സഫയിലേക്ക് ഓടി. ചുറ്റുഭാഗവും നോക്കി, ഇല്ല, ആരെയും കാണുന്നില്ല. മർവയിലേക്ക് ഇറങ്ങി ഓടി, അവിടെ കയറി നോക്കി, ഇല്ല, ആരെയും കാണുന്നില്ല. എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? വാവിട്ട് നിലവിളിച്ച്, ഒരിറ്റ് പാലിന് വേണ്ടി, ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നിലവിളിച്ച് വാവിട്ട് കരയുന്ന കുട്ടി നിലവിളിച്ച് 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 അവസാനം തൊണ്ട പൊട്ടി അവിടെ കിടന്ന് മരിക്കണം. മരിച്ചു കിടക്കുന്ന മകന്റെ മയ്യത്തെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആ മഹദി വാവിട്ട് നിലവിളിച്ച് അവരും ദാഹപരവശയായി മണ്ണ് കപ്പി മരിക്കണം. അതാണ് അവിടെ സംഭവിക്കേണ്ടത്. പക്ഷേ 7 തവണ സഫാ മർവക്കടയിൽ ഇറങ്ങി ഓടിയ മഹദി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരുന്നു. തദ്ഉ റബ്ബഹാ വതസ്തഗീസ്, അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. 7-ാം വട്ടം മർവയുടെ മുകളിൽ നിൽക്കുമ്പോ ഫൈദാഹു ബിസൗത്ത്, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. മഹദി വിളിച്ചു പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ സഹായിക്ക്. മഹദി അത്ര വിഷമത്തിലാണ്. കാരണം ഈ ഓട്ടത്തിനിടയിൽ സ്വന്തം കുട്ടിയുടെ അടുക്കൽ പോയി മഹദി നോക്കുന്നുണ്ട്. ആ മഹദി പറയുകയാണ്, ഞാൻ എൻ്റെ മകന്റെ അടുക്കൽ വന്ന് ഞാൻ എൻ്റെ മകനെ നോക്കുമ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഫൈദാഹു അലാ ഹാലിഹി കഅന്നഹു യൻശഖു ലിൽ മൗത്ത്, എൻ്റെ മകൻ മരണത്തിലേക്ക് നീന്തി പോകുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ മകൻ മരണത്തിലേക്ക് ഇഴഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വിളിച്ചു പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ സഹായിക്കെന്ന് വിളിച്ചു പറഞ്ഞു നോക്കുമ്പോ സഫാ മർവക്കടയിൽ ദാ നിൽക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. തന്റെ ചിറക് കൊണ്ട് കുത്തുകയാണ്. അവിടെ ആ കുത്തുന്ന ഭാഗത്ത് നിന്ന് ഉറവ മേപ്പോട്ട് പൊങ്ങുകയാണ്. മഹദി ഓടി വന്ന് 2 കൈ കൊണ്ടും അത് തടഞ്ഞു വെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്നെങ്ങാനും ആ മഹദി അത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പുഴയായി, ഒരു നദിയായി മക്കയിലൂടെ ആ ഉറവ ഒഴുകുമായിരുന്നുവെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. മഹദി വെള്ളം കുടിച്ചു, വയറ് നിറയെ കുടിച്ചു. സംസം എന്ന വെള്ളം ഇന്നും ലോകത്ത് അത്ഭുതമായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള മുസ്ലിമീങ്ങൾ അവർ ശേഖരിച്ചു കൊണ്ടുവന്ന് വീടുകളിൽ വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സംസം എന്ന ഉറവ അവിടെയാണ് ആരംഭിക്കുന്നത്. അവിടെയാണ് അത്ഭുതത്തിന് തുടക്കം കുറിക്കുന്നത്. ആ രൂപത്തിൽ ആ അത്ഭുതം പുറത്തേക്ക് ഒഴുകുമ്പോ അത് കുടിച്ച് വയറ് നിറച്ച് കുട്ടിക്ക് മുലയൂട്ടി മഹദി ജീവിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവിടെ ആശ്വാസം മാത്രമല്ല, ഒരു സംസ്കാരമാണ് റബ്ബ് നനച്ചു വളർത്തിയത്. ഒരു തലമുറയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നട്ടു നനച്ച് വളർത്തിയത്. അതെ, ലോകത്തോട് ഖുർആൻ പറയാണ്, നോക്കടാ നീ മക്കയിലേക്ക്, നോക്ക് നീ മക്കയിലേക്ക്, ലോക സമൂഹം നോക്ക് മക്കയിലേക്ക്, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് നോക്ക് മക്കയിലേക്ക്. എന്നും മക്ക ചർച്ചയാണ്, എന്നും മക്ക ശ്രദ്ധാ കേന്ദ്രമാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. അതെ, അള്ളാഹുവിന്റെ ശിആറുകളിൽ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നമാണ്. കാരണം അവിടെ റബ്ബ് അത്ഭുതം സൃഷ്ടിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കാരങ്ങളെ ആ മണ്ണിലേക്ക് കൊണ്ടുവന്നത് ഈ രൂപത്തിലാണ്. ചരിത്രം അവിടെ അവസാനിച്ചില്ലല്ലോ, ചരിത്രം അവിടെ അവസാനിച്ചില്ലല്ലോ.
മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമും ആരും കൂട്ടിലില്ലാതെ ആ മരുഭൂമിയിൽ ജീവിക്കുമ്പോ ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം അതുവഴി ഇങ്ങനെ പോകുമ്പോ ആ ജുർഹും ഗോത്രത്തിൽപ്പെട്ട ആളുകൾ യാത്ര ചെയ്യുന്ന വേളയിൽ മരുഭൂമിയുടെ നടുവിൽ പക്ഷികൾ വട്ടമിട്ട് കടന്നപ്പോ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോ ജുർഹും ഗോത്രത്തിലെ യാത്രാ സംഘത്തെ നയിച്ചു കൊണ്ടുപോകുന്ന തലവൻ പറഞ്ഞു, ദാ അവിടെ പക്ഷികൾ പറക്കുന്നു. ആ പക്ഷികൾ പറക്കുന്നിടത്ത് അതെ അവിടെ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളമുള്ളിടത്താണ് ഇങ്ങനെ പക്ഷികൾ പറക്കുക. ആരെങ്കിലും ഒന്ന് പോയി നോക്കുമോ എന്ന് ആ ജുർഹും ഗോത്രത്തിലെ യാത്രാ സംഘത്തലവൻ പറയുമ്പോ ഒരാൾ പോവുകയാണ്. പക്ഷികൾ പറക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോ വെള്ളമുണ്ട്, ധാരാളം വെള്ളം, സമൃദ്ധമായ വെള്ളം. ആ ദൂതൻ മടങ്ങി വന്നു, നേതാവിനോട് പറഞ്ഞു, നേതാവേ അവിടെ വെള്ളമുണ്ട്. വെള്ളം മാത്രമല്ല, ഒരു സ്ത്രീയുണ്ട് അവിടെ, ഒരു കുട്ടിയുണ്ട് അവിടെ. യാത്രാ സംഘം പതുക്കെ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് മഹദി ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരൽപ്പം വെള്ളം എടുത്തോട്ടെ, ഞങ്ങളുടെ യാത്രാ സംഘത്തിന് ആവശ്യമായ വെള്ളം എടുക്കാൻ അനുമതി തരുമോ? ഹാജർ അലൈഹിസ്സലാം പറഞ്ഞു, ആവശ്യത്തിന് നിങ്ങൾ വെള്ളം എടുത്തോളൂ. അവർ വെള്ളമെടുത്തു, തിരിച്ചു പോരാൻ ഒരുങ്ങുകയാണ്. ആ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന വേളയിൽ യാത്രാ സംഘത്തിന്റെ തലവൻ നേരെ തിരിച്ചു എന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ? ഞങ്ങൾ അങ്ങകലെ ജുർഹും ഗോത്രത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ അങ്ങകലെ താമസിക്കുന്നവരാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ വേണ്ട വിധം ഭക്ഷണമില്ല. ഇവിടെയാകുമ്പോ സമൃദ്ധമായ വെള്ളമുണ്ട്. നിങ്ങളാകട്ടെ തനിച്ചാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടാകും, ഞങ്ങൾക്ക് വെള്ളവുമാകും, ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷത്തോടെ പറയാൻ, താമസിച്ചോളൂ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, എന്ത് സൗകര്യവും ഞങ്ങൾ ഒരുക്കി തരാം. അങ്ങനെയാണ് ജുർഹും ഗോത്രം അവിടെ താമസിക്കുന്നത്. മഹാനായ ഇസ്മായിൽ നബി അവർക്കിടയിലാണ് വളർന്നു വരുന്നത്. അങ്ങനെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഫബലഗ ഇബ്നുഹാ, ആ മകന് പ്രായപൂർത്തിയായി. സ്വാഭാവികമായി വിവാഹം കഴിക്കണം. എവിടുന്നാ പെണ്ണ് കിട്ടുക? അതെ, ജുർഹും ഗോത്രത്തിൽ അന്ന് വന്ന് താമസിച്ച ആ കുടുംബത്തിൽ നിന്ന് പിന്നെ ഗോത്രത്തിൽ നിന്ന് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിക്കുന്നു. ഇസ്മായിൽ നബിക്ക് കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്ക് കുട്ടി ഉണ്ടാകുന്നു, മക്കൾക്ക് മക്കൾ ഉണ്ടാകുന്നു, ആ മക്കൾക്ക് മക്കൾ ഉണ്ടാകുന്നു, മക്കളുടെ മക്കൾ കടന്നു വരുന്നു. അങ്ങനെ ആ തലമുറയിൽ അദ്നാന്റെ മകനായി മഅദും, മഅദിന്റെ മകനായി നിസാറും, നിസാറിന്റെ മകനായി മുദറും, മുദറിന്റെ മകനായി ഇല്യാസും, ഇല്യാസിന്റെ മകനായി മുദ്രിക്കയും, മുദ്രിക്കയുടെ മകനായി ഹുസൈമയും, ഹുസൈമയുടെ മകനായി കിനാനയും, കിനാനയുടെ മകനായി നളറും, നളറിന്റെ മകനായി മാലിക്കും, മാലിക്കിന്റെ മകനായി ഫിഹറും, ഫിഹറിന്റെ മകനായി ഗാലിബും, ഗാലിബിന്റെ മകനായി ലുഅയ്യും, ലുഅയ്യിന്റെ മകനായി മുറയും, മുറയുടെ മകനായി കിലാബും, കിലാബിന്റെ മകനായി കുസയും, കുസയ്യിന്റെ മകനായി അബ്ദുമനാഫും, അബ്ദുമനാഫിന്റെ മകനായി ഹാഷിമും, ഹാഷിമിന്റെ മകനായി അബ്ദുൽ മുത്തലിബും, അബ്ദുൽ മുത്തലിബിന്റെ മകനായി അബ്ദുള്ളയും, അബ്ദുള്ളയുടെ മകനായി ലോകത്തിന്റെ നേതാവ്, മദീനയിലെ രാജാവ്, ലിവാഉൽ ഹംദിന്റെ നായകൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കടന്നു വന്നുവെങ്കിൽ അത് ലോകത്തിന് നൽകുന്ന ഒരു സിമ്പലാണ്. എന്താ നീ വിചാരിച്ചത്? മക്കയിൽ ആ ഉമ്മ കരിഞ്ഞു പോകുമെന്ന് അല്ലേ? മക്കയിൽ ഒരിറ്റ് വെള്ളമില്ലാത്തടത്ത് ആ കുട്ടി വാവിട്ട് നിലവിളിച്ച് മരിച്ചു പോകുമെന്ന്, അതോടെ അവരുടെ ജീവിതം ഒടുങ്ങിപ്പോകുമെന്ന് എന്നല്ലേ നീ കരുതിയത്? ഇല്ല, അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല വെള്ളം കൊണ്ടുവരും. പടച്ച റബ്ബ് അവിടെ ആ വെള്ളം കൊണ്ട് ഒരു തലമുറയെ നട്ടു നനച്ച് വളർത്തി വലുതാക്കി ലോക സമൂഹത്തിന്റെ മുന്നിൽ മാതൃകയായ ഒരു ജനതയെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കാട്ടിക്കൊടുക്കുമെങ്കിൽ ആ പടച്ചവരിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്, ആ റബ്ബിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്. വിജനമായ മരുഭൂമിയുടെ മധ്യത്തിൽ ഒരൽപ്പം വെള്ളമില്ലാത്തയിടത്ത്, ഒരു പുല്ല് മുളക്കാത്തയിടത്ത് സംസ്കാരങ്ങളെ മുളപ്പിച്ച് ലോകത്തിന് മാതൃകയാക്കി കൊടുത്ത പടച്ച റബ്ബിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധിയില്ല. ചില ആളുകൾ സലഫികളെ കാണുമ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ? ഞങ്ങളെവിടെ പോനാ? ഇപ്പൊ എങ്ങനെയാ ഹാല്? എപ്പോഴാ UAP വരിക? എപ്പോഴും ആയിക്കോട്ടെ. എപ്പോഴാ ഊപ്പ ഉണ്ടാവുക? എപ്പോഴും ആയിക്കോട്ടെ. കാരണം ഞങ്ങൾ സലഫികളാണ്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? സലഫികളുടെ പ്രത്യേകത പടച്ചവരിൽ വിശ്വസിക്കുന്നവരാണ്. ആകാശഭൂമികളെ പടച്ച റബ്ബിൽ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രതിസന്ധിയില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ പോലും ഞങ്ങൾക്ക് പാഠമാണ്. ആ പ്രവാചകൻ പോലും ഞങ്ങൾക്ക് ആശ്വാസമാണ്. ആ പ്രവാചകൻ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല
എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്നത് നോക്കിക്കൊണ്ട് പാഠം പഠിക്കുന്നവരാ ഞങ്ങൾ. അതുകൊണ്ട് പ്രതിസന്ധിയില്ല മുസ്ലിം ഉമ്മത്തിന്. ഒരിക്കലും അവർ ചകിതരാകൂല, ഭയപ്പെടൂല. തവക്കുലിന്റെ അങ്ങേ തലപ്പ് കണ്ടുകൊണ്ട് അത് ആസ്വദിക്കുവാൻ, അതനുഭവിക്കുവാൻ താല്പര്യം കാണിക്കുന്നവനാ മുസ്ലിം. അതുകൊണ്ടാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആവശ്യമാകേണ്ടി വന്ന ഒരു ഘട്ടം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ചോദിക്കേണ്ടി വന്ന ഒരു ഘട്ടം. ആരോട് ചോദിക്കണം? സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? എന്റെ നാടിന്റെ സ്വാതന്ത്ര്യം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ആരാ പോകുന്നത്? മൗലാന മുഹമ്മദ് അലി ജൗഹർ. എവിടെയാ പോയത്? ഏതെങ്കിലും തെരുവിൽ നിന്ന് പ്രസംഗിക്കുകയല്ല, നേരെ മറിച്ച് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ആ സ്ഥിരാകേന്ദ്രമായ ബക്കിംഹാം കൊട്ടാരത്തിന്റെ അകത്തളത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് സായിപ്പിന്റെ കുഞ്ചുരോമങ്ങളെ വിറപ്പിച്ചുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ വിളിച്ചു പറഞ്ഞു, രണ്ട് കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതെന്താണെന്നറിയോ? ഒന്നുകിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ 6 അടി മണ്ണ്. മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല എന്ന് ആ ബ്രിട്ടീഷ് അധിപന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയണമെങ്കിൽ ഒരു മുസ്ലിമിനെ അത് കഴിയൂ. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖലാഇനപ്പുറം, പടച്ച റബ്ബിന്റെ വിധിക്കപ്പുറം വേറൊന്നും സംഭവിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നവനാണ്. ഫറോവ എന്ന ഭരണാധികാരിയുടെ മുന്നിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നീയല്ലടാ റബ്ബ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ ഒരു മുവഹിദിനെ അത് കഴിയൂ, മൂസാ നബിക്ക് അത് കഴിയൂ. നമ്രൂദ് എന്ന ഭരണാധികാരിയുടെ മുന്നിൽ കടന്നു ചെന്നിട്ട് നീയല്ലടാ റബ്ബ്, ആകാശഭൂമികളെ പടച്ച റബ്ബാണ് എന്ന് പറയണമെങ്കിൽ അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കഴിയൂ. ഉമയ്യത്ത് എന്ന കിങ്കരന്റെ മുന്നിൽ കടന്നു ചെന്നിട്ട് നീയല്ലടാ റബ്ബ്, നീ ആരാധിക്കുന്ന ഇലാഹുകൾ എന്റെ ഇലാഹുകളല്ല, നേരെ മറിച്ച് എന്നെയും നിന്നെയും പടച്ച റബ്ബുണ്ട്, നീ നിന്നെയും എന്നെയും പടച്ച റബ്ബുണ്ട്, എനിക്കും നിനക്കും അന്നം തരുന്ന റബ്ബുണ്ട്, അവനാണ് ഇലാഹെന്ന് ബിലാലിന് വിളിച്ചു പറയാൻ കഴിയണമെങ്കിൽ, അതെ ഉമയ്യത്തിനോട് വിളിച്ചു പറയാൻ കഴിയുമെങ്കിൽ അത് തവക്കുലിന്റെ, അള്ളാഹുവിന്റെ വിധിക്കപ്പുറത്ത് ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച ഈമാനിന്റെ കരുത്തിൽ മാത്രമേ അത് പറയാൻ സാധിക്കൂ. എങ്കിൽ ഇസ്ലാമിന്റെ സംരക്ഷണ ചുമതല ആരും ഏറ്റെടുക്കണ്ട, അതിനുവേണ്ടി ആരും റോഡ് ചവിട്ടി പൊളിക്കണ്ട, അതിനുവേണ്ടി ആരും കടാരയെടുക്കണ്ട. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം തവക്കുലിന്റെ ആയുധം കൊണ്ട് ഈ എല്ലാ പ്രതിസന്ധികളെയും നേരിടും. ഈ വരുന്ന സർവ പ്രതിസന്ധികളെയും നേരിട്ട്, സർവ പ്രശ്നങ്ങളെയും നേരിട്ട് മുസ്ലിം ഉമ്മത്ത് ഇസ്സത്തോടെ തന്നെ തലയുയർത്തി നിൽക്കും. വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അത് അല്ലാഹുവിന്റെ അനിഷേധ്യമായ പ്രഖ്യാപനമാണ്. വലില്ലാഹിൽ ഇസ്സ, അല്ലാഹുവിനാടാ പ്രതാപം, അല്ലാഹുവിനാടാ പ്രതാപം. വലിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനാടാ പ്രതാപം. വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കാടാ പ്രതാപം. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ചവിട്ടി തേക്കാൻ ശ്രമിച്ചിട്ടും, ലോക പോലീസുമാർ ചവിട്ടി തേക്കാൻ ശ്രമിച്ചിട്ടും മുസ്ലിം ഉമ്മത്ത് ഇസ്സത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത്, കരുത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് ഈ ആൾക്കൂട്ടത്തിന്റെ മഹിമ കൊണ്ടല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ വാദ, പടച്ച റബ്ബിന്റെ വാഗ്ദാനം. ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം നിന്നെ ചവിട്ടി തേക്കാൻ വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ കൈവിടില്ല. നിന്റെ ഇസ്സത്ത്, ആ ഇസ്സത്ത് ഞാൻ സംരക്ഷിക്കും. കാരണം അള്ളാഹു മതം പഠിപ്പിച്ചത്, ദീൻ അവതരിപ്പിച്ചത് ചെളിക്കുണ്ടിൽ ജീവിക്കാനല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ചെളിക്കുണ്ടിൽ ജീവിക്കാനല്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി. അല്ലാഹുവിന്റെ മതം ചെളിക്കുണ്ടിലേക്ക് പോകൂല. ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി, എല്ലാത്തിനും മേലെയേ പറക്കൂ, എല്ലാത്തിനും മേലെയേ പറക്കൂ. അതുകൊണ്ടാണല്ലോ ഏക സിവിൽ കോഡ് വന്നു, മുത്തലാഖ് വിവാദമുണ്ടായി, കേരളത്തിന്റെ തെരുവോരങ്ങൾ പോലും പ്രക്ഷുബ്ധമായപ്പോ നമ്മുടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നു. എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? കേരളത്തിലെ വിവാഹമോചനങ്ങളുടെ കഥ പറയാൻ, കണക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നു. ഏത് സമയത്താ? മുത്തലാഖ് വിവാദം കത്തിക്കാളുമ്പോ ഈ നാട്ടിലെ പർദ്ദ ധരിച്ച മുസ്ലിം സഹോദരിമാരുടെ കണ്ണീർ കഥകൾ പറയാൻ വേണ്ടിയിട്ട് വളരെ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒരു സംഘം ആളുകൾ ഏർപ്പെടുമ്പോ മുഖ്യമന്ത്രി എഴുന്നേറ്റുകൊണ്ട് വിവാഹമോചനങ്ങളുടെ കണക്ക് പറഞ്ഞു. എവിടെയാണ് ഏറ്റവും അധികം ഡൈവേഴ്സുകൾ ഉണ്ടായത്, കുടുംബ കലഹങ്ങൾ ഉണ്ടായത്, കുടുംബ വിച്ഛേദനങ്ങൾ ഉണ്ടായത്? മുസ്ലിം പ്രദേശങ്ങളിലാണോ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് ഏറ്റവും അധികം വിവാഹമോചനം നടന്ന ജില്ല ബഹുമാനപ്പെട്ട എറണാകുളം ജില്ല. എവിടെയാണ് ഏറ്റവും അധികം വിവാഹമോചനം നടക്കേണ്ടത്?
മുസ്ലിങ്ങൾ ഏറ്റവും ഭൂരിപക്ഷ പ്രദേശമാണല്ലോ മലപ്പുറം. അതുകൊണ്ടാണ് സ്വാമി പറയുന്നത് അവിടേക്ക് സേന ഇറക്കണം, മലപ്പുറത്തേക്ക് സേന ഇറക്കണം എന്നാ. മലപ്പുറത്ത് സേന വേണ്ട, ചേന ചിലപ്പോൾ ഇറക്കേണ്ടി വരും. സേനയുടെ ആവശ്യം അവിടെ ഇല്ല. പക്ഷെ അവിടേക്ക് സേന ഇറക്കണം. കാരണം എന്താ, മുസ്ലിങ്ങളുള്ളിടത്ത് സേന ഇറങ്ങണം എന്നാ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആളുകളെ നന്നായി ചികിത്സിക്കണം കേട്ടോ. കാരണം ഇവർ പേടിക്കുകയാണ്, വെറുതെ പേടിക്കാണ്. ഇവരുടെ വിചാരം നമ്മളവർ തിന്നുമെന്നാണ്. ഒരാളെയും തിന്നൂല. നിങ്ങൾ വെറുതെ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ താക്കോല് കണ്ട ഓന് പേടി. നിങ്ങൾ ആലോചിക്കുക, ഇത് താക്കോല, ഇത് കണ്ടാൽ ഒരു മുസ്ലിമിൻ്റെ കയ്യിലാണെങ്കിൽ പേടിക്കേണ്ടത് എന്താണ്? എന്നെ കൊല്ലോ? ആരും കൊല്ലില്ല. മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ പാരമ്പര്യമില്ല. പക്ഷേ വൈകൃത മനസ്സ് ഭയം പേറാണ്, വൈകൃത മനസ്സ് ഭയം പേറാണ്. ആ ഭയം എത്രത്തോളം എത്തിക്കൂട്ടരെ. അതാണ് തലശ്ശേരി നമ്മൾ കണ്ടത്. പാതിരാത്രിയിൽ എന്തോ ആവശ്യത്തിൽ റോഡിലിറങ്ങിയ ഒരു മുസ്ലിം, താടിയുണ്ടവന് ആ താടിയുള്ള ഒരാള് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ വഴിയിൽ പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാരൻ തടഞ്ഞു നിർത്തി. എടപ്പോടാ, ഇന്നടുത്ത് പോയതാ സാറേ, ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക് പോവാ സാറേ. അല്ല, എന്നെ കണ്ടിട്ട് അങ്ങനെ പോയതാണെന്ന് തോന്നുന്നില്ല. കാര്യം എന്താ? നിനക്ക് താടിയുണ്ട്, നിന്നെ കണ്ടിട്ട് തീവ്രവാദിയുടെ ലുക്കുണ്ട് എന്നാ. താടി വെച്ചോൻ തീവ്രവാദി, താടി വെച്ചാൽ തീവ്രവാദത്തിന്റെ ലുക്കാണ്. ഇത് രോമാണ്, നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരികയാണ്. ഇത് ആണുങ്ങൾക്ക് അള്ള കൊടുക്കുന്ന ഒരു രോമാണ്, ഇത് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത് ആണുങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് ഈ താടി. ഇത് പൊട്ടിത്തെറിക്കൂല, ഇത് ബോംബല്ല. ഒരുത്തൻ താടി വെച്ചാൽ അവൻ്റെ മുഖത്ത് രോമം, അള്ളാഹു കൊടുത്ത രോമം അങ്ങനെ വളർന്നാൽ അതുപോലും പേടിക്കാന്ന് പറഞ്ഞാൽ എത്ര വലിയ മാനസിക വൈകൃതമാണ് സഹോദരങ്ങളെ, അല്ലേ? ഇത് ഒരു വെട്ടാണോ? അല്ല, അതിനു മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ പാതിരാത്രി ഇതുപോലെ താടി വെച്ച ഒരാൾ പോയി, വഴിയിൽ തടഞ്ഞു വെച്ചു, പോലീസുകാരൻ പിടിച്ചുകൊണ്ട് പോയി. താടി വെച്ചു എന്ന ഒറ്റ കാരണത്താൽ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ടോ സ്റ്റേഷനിൽ കൊണ്ടുപോയി കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ചു. എന്നിട്ട് ചോദിച്ചു, പറയടാ നിന്റെ പേരെന്താ? അയാൾ പറഞ്ഞു സതീശൻ. ആള് മുസ്ലിം തന്നെയല്ല. കാര്യം ഇത് പടച്ചവന് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കണ സാധനമല്ലല്ലോ. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കണ അല്ല, ഇത് അള്ളാഹു ഹിന്ദുവിനും കൊടുക്കും ക്രിസ്ത്യാനിക്കും കൊടുക്കും ആണാണെങ്കിൽ. അപ്പൊ ഇതൊരു മതം, ആ മതത്തിന്റെ ഏതോ ഒരു ഭീകരവാദത്തിന്റെ അടയാളമാക്കി സിമ്പലാക്കി ചിത്രീകരിച്ച് ഒരു രോമത്തെ പോലും പേടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവന്റെ മാനസികാവസ്ഥ എന്ന് ചിന്തിച്ച് നോക്ക്. ഉറങ്ങൂല, താടി പേടി. സുബ്ഹാന ജല്ല ജലാലു, താടി പേടി. ഇതാ പറയുന്നത് ഈ മലപ്പുറത്തേക്ക് സേന ഇറക്കണം. ഞാൻ ആ വിഷയം പറയാനല്ല അത് പറഞ്ഞത്. നേരെ മറിച്ച് ഈ മുത്തലാഖ് എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഈ ഒരു കുട്ടിക്കളിയായിരുന്നുവെങ്കിൽ ഏറ്റവും അധികം വിവാഹമോചനം നടക്കേണ്ടിയിരുന്നത് മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ മലപ്പുറം ജില്ലയിൽ നടന്ന വിവാഹമോചനം 400-ൽ താഴെയാണ്. ഒരു കൊല്ലം കൊണ്ട് നടന്ന വിവാഹമോചനം 400-ൽ താഴെയാണ്. എന്നാൽ സംസ്കാര സമ്പന്നമായ ജില്ല എന്ന് പറയപ്പെടുന്ന എറണാകുളം ജില്ലയിൽ നടന്ന ഡൈവേഴ്സുകളുടെ കണക്ക്, വിവാഹമോചനങ്ങളുടെ കണക്ക് 2000-ഓളം എത്തും. 2000-ഓളം ഒരു കൊല്ലം. എവിടെ നിൽക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ടാ പറയുന്നത് മുസ്ലിം സഹോദരിമാരുടെ മോക്ഷത്തിന് വേണ്ടി, മോചനത്തിന് വേണ്ടി ഏക സിവിൽ കോഡ് നടപ്പാക്കണം, മുത്തലാഖ് ഇല്ലാതാക്കണം. മുത്തലാഖ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ആ വിഷയത്തിലേക്ക് പോകണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 1937 ബ്രിട്ടീഷുകാരൻ്റെ ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ശരിയത്ത് ആക്ട് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുമ്പോ ഈ മുസ്ലിം ഉമ്മത്തിന് അവരുടെ വ്യക്തിപരമായ ചില വിഷയങ്ങളിൽ, സിവിൽ നിയമങ്ങളിൽ അവരുടെ മതമനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ, ഏതുപോലെ വിവാഹം പോലെ, വിവാഹമോചനം പോലെ, ഫസ്ഖ് പോലെ, ഹുല്ല് പോലെ, അപ്രകാരം തന്നെ വഖഫ് സ്വത്ത് പോലെയുള്ള വിഷയങ്ങളിൽ അവരുടെ മതപരമായ ആ തെളിവുകളുടെ പിൻബലത്തോടുകൂടി അവർക്ക് നിയമം പറഞ്ഞു കൊടുക്കണം, നിയമം പാസാക്കി കൊടുക്കണമെന്ന ആ ഒരു വ്യവസ്ഥ 1937 ബ്രിട്ടീഷുകാരൻ ഒരു ആപ്ലിക്കേഷൻ ആക്ട് ആയി കൊണ്ടുവരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, അത് വെറുതെ വന്നതല്ല. നേരെ മറിച്ച് അന്നൊരു പെണ്ണ് പോയതാണ് കോടതിയിൽ, ബ്രിട്ടീഷ് കോടതിയിൽ ഒരു മുസ്ലിം സഹോദരി പോയതാണ്. എനിക്കെന്റെ അവകാശം വേണം, എന്റെ മതം എനിക്ക് തരുന്ന അവകാശം അതെനിക്ക് വേണം, വകവെച്ച് തരണമെന്ന് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോടതിയോട് പോയി ചോദിച്ച് കേസ് ഫയൽ ചെയ്ത് ഒരു വട്ടം അത് പരാജയപ്പെട്ട് പരമോന്നത കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെയും പരാജയപ്പെട്ട് ആ സഹോദരി സങ്കടത്തോടെ ഇറങ്ങി വന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ പെണ്ണാണെന്ന് പറയുമ്പോ ഞാനൊരു വെറും പെണ്ണല്ല, നേരെ മറിച്ച് എനിക്ക് വേണ്ടി വാദിക്കാൻ ഖുർആനുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കാൻ ഹദീസുണ്ട്. അതുകൊണ്ട് എന്റെ വാപ്പയുടെ മരണശേഷം എനിക്ക് അനന്തര സ്വത്ത് എന്റെ ഖുർആൻ വകവെച്ച് തരുന്നുണ്ട്.
ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസ് എനിക്ക് വകവെച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വാപ്പയുടെ മരണശേഷം എനിക്ക് അനന്തരാവകാശം നിഷേധിച്ച എന്റെ സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ നിലപാട് ശരിയല്ല. നേരെ മറിച്ച് എന്റെ സഹോദരനടക്കമുള്ള മുസ്ലിം ഉമ്മത്ത് നിർബന്ധമായും അംഗീകരിക്കേണ്ട ഖുർആൻ, ആ ഖുർആനിൽ എനിക്ക് അല്ലാഹു വകവെച്ച് തന്ന അവകാശം കോടതി എനിക്ക് തന്നേ പറ്റൂ എന്ന് ആദ്യമായി ബ്രിട്ടീഷ് കോടതിയോട് വിളിച്ചു പറഞ്ഞത് എന്റെ ഉമ്മയാടാ, എന്റെ സഹോദരിയാടാ, മുസ്ലിം സമുദായത്തിലെ പെണ്ണാടാ. കാരണം അവർക്കുള്ള അവകാശം, ഖുർആൻ വകവെച്ച് നൽകിയ അവകാശം, ആ അവകാശത്തിന് വേണ്ടി പോരാടിയിട്ടാണ് 1937 ആ പെണ്ണിന്റെ ഇടപെടൽ കൊണ്ട്, ആ പെണ്ണിനെ ഇടപെട്ടത് കൊണ്ട് ഈ ഒരു ആക്ട് മുസ്ലിം ഉമ്മത്തിന് വളരെ സൗകര്യപ്രദമായ രൂപത്തിൽ ലഭിച്ചതെങ്കിൽ ആ ആക്ട് തന്നെയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിലും നിലനിൽക്കുന്നത് എങ്കിൽ അത് പറഞ്ഞ് മുസ്ലിം സഹോദരിമാരുടെ വേദന പറഞ്ഞ് ഒരാളും അതിൽ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട. അത് ഞങ്ങളുടെ ഉമ്മമാര് സമരം ചെയ്തു വാങ്ങിയതാ. ഞങ്ങളുടെ സഹോദരികൾ അവരുടെ അവകാശത്തിന് വേണ്ടി അവർ സമരം ചെയ്തു വാങ്ങിയതാ. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ വാങ്ങിയ ഒരു സൗകര്യം, അങ്ങനെ വാങ്ങിയ ഒരാൾക്കും ഉപദ്രവമില്ലാത്ത, ഈ നാട്ടിലെ ഹിന്ദുവിനോ, ഈ നാട്ടിലെ ക്രിസ്ത്യാനിക്കോ, ഈ നാട്ടിലെ മതമില്ലാത്തവനോ, ഈ നാട്ടിലെ മറ്റു മതസ്ഥർക്കോ ഒരാൾക്കും ഒരു ഉപദ്രവമില്ലാത്ത, ഞാൻ മുസ്ലിമാണെങ്കിൽ എൻ്റെ മറുഭാഗത്ത് വന്ന എനിക്കെതിരെ അന്യായം ബോധിപ്പിക്കുന്ന ആളോ, അല്ലെങ്കിൽ ഞാൻ പ്രതിയാക്കപ്പെട്ട അവസ്ഥയിൽ എനിക്കെതിരെയുള്ള ആളോ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിമായി, ഞങ്ങൾ രണ്ടുപേരും മുസ്ലിമായി വരുമ്പോ സ്വാഭാവികമായും ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം അനുവദിച്ചു കിട്ടുന്ന അവകാശം, ആ അവകാശം വേറെ ഒരാളെയും ബാധിക്കുന്നില്ല. രണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അവർക്ക് മാത്രം ബാധിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനിടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് അത് രാജ്യത്തെ അസമാധാന സംവിധാനമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ തൊട്ട് കളിക്കുമ്പോഴും ഇസ്ലാം എന്ന ആ സംവിധാനത്തെ മോശമായി ചിത്രീകരിക്കാൻ ഒരു ക്യാമ്പയിൻ എന്ന നിലക്ക് അത് ഉപയോഗപ്പെടുത്തുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് പറയണം, പാടില്ല, പറ്റില്ല, അതെൻ്റെ മൗലികാവകാശമാണ്, അത് മൗലികാവകാശമാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നാലും ചില ആൾക്കാർ പറയില്ല, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം പ്രധാനമന്ത്രിയെ കാണാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജാതി മനുഷ്യന്മാർ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വിഷയത്തിൽ ഏതെങ്കിലും സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ വിഷയമല്ല. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയത്തിൽ പോലും അവിടെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടതിന് പകരം അവിടെയും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് പ്രധാനമന്ത്രിയെ കണ്ടോളാം പറയുന്ന തരത്തിൽ അതപ്പതിച്ച ആളുകൾ നമുക്കിടയിലുണ്ട്. അതൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പോലും മുസ്ലിം ഉമ്മത്ത് അവരുടെ ഇസ്സത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അന്തസ്സായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവകാശം ചോദിക്കേണ്ടത്, അല്ലാതെ കൈകൂപ്പി നിന്നിട്ടല്ല. കാരണം മുസ്ലിമിന് അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇവിടെ ആരും വരുത്തനല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ വേറേതോ ലോകത്തുനിന്ന് ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിയതല്ല. നേരെ മറിച്ച് ഇന്ത്യയുടെ സമ്പത്തായത്, ഇന്ത്യയുടെ സമ്പത്താണ്. അതുകൊണ്ട് ഒരു മുസ്ലിമും അപകർഷതാബോധത്തിൽ അകപ്പെടരുത്. അതുണ്ടാക്കാനാ ബോധപൂർവ്വം ശ്രമിക്കുന്നത്. വരുത്തനാണ്. ആര് വരുത്തനാണ്? കാരണം സെൻസസ് എടുക്കുമ്പോൾ ഓരോ കൊല്ലവും കൂടി വരികയാണ് അല്ലേ? സെൻസസ് നോക്കുമ്പോൾ ഓരോ കൊല്ലവും മുസ്ലിങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ടാ നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞത് പന്നിപ്പേറാണ്. പന്നിപ്പേറല്ല. പറ്റാത്തതിന് എത്ര പറയാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പെറ്റുകൂട്ടുകയാണെങ്കിൽ പണ്ടൊരു പായക്കപ്പലിലാ കൂട്ടരെ ആളുകൾ വന്നത്. ആ പായക്കപ്പലിൽ വന്ന ആളുകൾ കേരളത്തിൻ്റെ മണ്ണിൽ വന്നു. അവര് ഓടി നടന്ന് പെണ്ണ് കെട്ടിയിട്ട് മക്കളുണ്ടാക്കി കൂട്ടിയതല്ലിത്. അങ്ങനല്ല. നേരെ മറിച്ച് അവർ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്നിട്ടൊരു സംസ്കാരം പറഞ്ഞത്. ആ സംസ്കാരം പറഞ്ഞത് ഈ നാട്ടിൽ ജീവിച്ച ഹിന്ദുവിനോടാ, ഈ നാട്ടിൽ ജീവിച്ച അടിസ്ഥാന വർഗത്തോടാ അവര് മതം പറഞ്ഞത്. അത് കത്തിയും കടാരയും കാട്ടിയിട്ടല്ല. നേരെ മറിച്ച് ജാതീയ വെറി സ്വീകരിച്ച്, അത് മതമായി സ്വീകരിച്ച് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി ഇവിടെ ജീവിച്ച സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്ന് ആ സമാധാനത്തിന്റെ സന്ദേശവാഹകർ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻഥാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ ബ്രാഹ്മണനായി, ക്ഷത്രിയനായി, ശൂദ്രനായി, വൈശ്യനായി വേർതിരിക്കപ്പെട്ട് അടിമച്ചങ്ങല പേറി വളരെയധികം പ്രതിസന്ധികരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയി ജീവിക്കുന്നവരെ, നിങ്ങളെല്ലാവരും ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്.
ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാലും ക്ഷത്രിയൻ എന്ന് പറഞ്ഞാലും ശൂദ്രൻ എന്ന് പറഞ്ഞാലും, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഉപജാതികളോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വർഗമോ ഉണ്ടെങ്കിൽ അവരെല്ലാവരും, വെളുത്തവനായാലും കറുത്തവനായാലും ആഫ്രിക്കനായി ആയാലും യൂറോപ്യനായാലും ഏഷ്യനായാലും സർവ്വ മനുഷ്യരും ഈ ഭൂമിയിൽ കഴിയുന്ന മുഴുവൻ ആളുകളും ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളാണ്. അവന്റെ വയറ്റത്തൊന്ന് തടകി നോക്കിയാൽ അവന്റെ കയ്യിൽ തടയുന്ന പൊക്കിൾ കൊടി ബന്ധം ലോകത്തെ സർവ്വ മനുഷ്യർക്കും ഇടയിലുണ്ട് എന്ന് പഠിപ്പിച്ച മതം. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ ഹിന്ദുവിനും ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഇവിടുത്തെ ബൗദ്ധനും ഇവിടുത്തെ ജൈനനും ഇവിടുത്തെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവർക്കും അടിസ്ഥാനപരമായി പൊക്കിൾ കൊടി ബന്ധമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മതം. ആ മതം കേരളത്തിലേക്ക് കടന്നു വന്നു. ഇവിടുത്തെ അവർണൻ, അതുപോലെ തന്നെ ഇവിടെ ജാതിയുടെ പേരിൽ ചവിട്ടി പതിക്കപ്പെട്ടവൻ, തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോൻ, കെട്ടില്ലാത്തോൻ, കൂടെയുണ്ണാത്തോൻ, അങ്ങനെയുള്ള സർവ്വ ആളുകളും അത് കേട്ടു. അവർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് മുസ്ലിം ആകാമെന്നോ? ഞങ്ങൾക്ക് മുസ്ലിം ആകാമെന്നോ? അതേ, മുസ്ലിം ആകാം. എങ്ങനെ? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? വേറൊന്നുമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വർഗീയതയില്ലാത്ത വിശ്വാസം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നെയും നിന്നെയും അതുപോലെ തന്നെ കാടുകളെയും കാട്ടാറുകളെയും സമുദ്രത്തെയും മത്സ്യങ്ങളെയും വിശാല വിസ്തൃതമായ ആകാശത്തെയും ആകാശത്തിന് ചുവട്ടിൽ അനന്തകോടി നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സർവ്വതിനെയും പടച്ചവൻ മാത്രമാണ് ഇലാഹ്. അവൻ മാത്രമാണ് ആരാധ്യൻ. അത് ഞാൻ വിശ്വസിക്കുന്നു, ഞാനതിന് സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ അവൻ മുസ്ലിമാകും. പിന്നെ അവനെ തൊടാതിരിക്കൂലാരും. അവനെ തൊടും, അവനെ കെട്ടിപ്പിടിക്കും, അവനെ മുസാഫഹത്ത് ചെയ്യും. ഒരു പക്ഷേ വെള്ളിയാഴ്ച ആ മനുഷ്യൻ, പാവപ്പെട്ടവൻ, തൊലി കറുത്തവൻ, നാട്ടിൽ അവർണനായി ചിത്രീകരിക്കപ്പെട്ടവൻ, അവൻ മുസ്ലിമായി ജുമുഅക്ക് ആദ്യ സമയത്ത് വന്നാൽ അവൻ ഒന്നാം സഫിൽ നിൽക്കും. നാട്ടിലെ പ്രമാണി ഹാജിയാര് പള്ളിയിൽ താമസിച്ചാ വന്നതെങ്കിൽ അവന്റെ പുറകിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു വേള അവൻ സുജൂദ് ചെയ്യുമ്പോ അവന്റെ കാൽച്ചുവട്ടിലായിരിക്കും ഹാജിയാരുടെ തല കൊണ്ടുപോയി വെക്കേണ്ടത്. ആ രൂപത്തിൽ ഇസ്ലാം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. അത് കേട്ടപ്പോ ആളുകൾ കൂട്ടമായി ഖുർആൻ എങ്ങനെ പറഞ്ഞത്? ഒറ്റക്കും തെറ്റക്കും അല്ല ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്, കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുസ്ലിമിനെ കണ്ട് കടന്നു വന്നു, മുസ്ലിമിന്റെ തത്വശാസ്ത്രം കണ്ട് കടന്നു വന്നു, മുസ്ലിം ഉമ്മത്തിന്റെ സാഹോദര്യം കണ്ട് കടന്നു വന്നു. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഒരൽപ്പം സംശയത്തോടെ മുസ്ലിം ഉമ്മത്തിനെ നോക്കിയ കുമാരനാശാൻ പോലും വിളിച്ചു പറഞ്ഞത് എന്താ പറഞ്ഞത്? എത്രയോ ദൂരം വഴിമാറി നിൽക്കൊണ്ടൊരു ഏഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്തമവനെത്തി ചാരത്തിരുന്നിടാം, ഒട്ടും പേടിക്കേണ്ട നമ്പൂരാരെ. അവർണത സ്ഥാപിച്ചു കൊടുത്ത് ചെറുമനായി പേര് വെച്ച് സമൂഹത്തിന്റെ അടിത്തട്ടിലിട്ട് ചവിട്ടി കൂട്ടിയവൻ, അവൻ പോയിട്ട് തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ ചിത്തമവനെത്തി ചാരത്തിരുന്നിടാം, ഒട്ടും പേടിക്കേണ്ട നമ്പൂരാരെ. ഒരു നമ്പൂതിരിയെയോ ഒരു ബ്രാഹ്മണനെയോ ഒരു സവർണനെയോ പേടിക്കാതെ ഒരു സൊസൈറ്റിയിൽ മികവുള്ളവനായി ഇവരെ ജീവിക്കാൻ കഴിയുന്നു. അത് കണ്ടപ്പോൾ ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാതെ പന്നിപ്പേറല്ല. ഗോപാലകൃഷ്ണൻ സാറാകട്ടെ മറ്റുള്ളവരാകട്ടെ മനസ്സിലാക്കണം, ഇവിടെ ഉണ്ടായിരുന്ന അമുസ്ലിങ്ങൾ മുസ്ലിമായതാണിത്. ഹൈന്ദവരെ പോലെ മറ്റുള്ള ആളുകളെ പോലെയുള്ള ആളുകൾ മുസ്ലിങ്ങളായി കടന്നു വന്നവരാണിത്. പൈസ കൊടുത്തിട്ടല്ല, പ്രലോഭിപ്പിച്ചിട്ടല്ല, പ്രകോപിപ്പിച്ചിട്ടല്ല. പ്രലോഭിച്ചിട്ട് മതം മാറ്റാൻ പറ്റൂല, പ്രകോപിപ്പിച്ചിട്ട് മതം മാറ്റാൻ പറ്റൂല. ഒരുത്തൻ്റെ കഴുത്തിൽ കടാര വെച്ചിട്ട് മാറണാ മതം എന്ന് പറഞ്ഞാൽ അവൻ മാറിയെന്ന് വിചാരിക്കുക. വേർത്ത വന്നിട്ട് തോക്ക് വെച്ച് മാറണാ മതം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് മാറൂല്ലേ? അല്ലേ? ഒരുത്തനൊരിക്കൽ 1 ലക്ഷം കൈ കൊടുത്തിട്ട് മാറണാ മതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷത്തിന് വേണ്ടി അവൻ മതം മാറിയാൽ അവനെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? കാരണം വേറത്തെ കൊണ്ട് 2 ലക്ഷം കൊണ്ട് അണ്ണാക്കിൽ വെച്ചാലോ അവനങ്ങോട്ട് മാറൂല്ലേ? അങ്ങനെ ഒരു വിശ്വാസ സംഹിത ഇസ്ലാമിലില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ ഉൾക്കൊള്ളണം ഇസ്ലാമിനെ, അങ്ങനെ ഇസ്ലാമിനെ പഠിച്ച് അവൻ മുസ്ലിം ആകണം. അത് ക്രിമിനൽ കുറ്റമല്ല. മൗലികമായി 18 വയസ്സെത്തിയ ഒരാൾക്ക് നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന അവകാശമാണ്. എന്ത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അല്ലേ? ഇഷ്ടമുള്ള പാർട്ടി സ്വീകരിച്ചൂടെ? ഇവിടെ CPM കാരൻ, കോൺഗ്രസ്സുകാരൻ, BJP കാരൻ, അല്ലേ? ഒരുപാട് രാഷ്ട്രീയ കക്ഷികളില്ലേ? ഇതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഒരു മനുഷ്യൻ 18 വയസ്സായ പ്രായപൂർത്തിയായ മനുഷ്യരോട് പറഞ്ഞത്, അവന്റെ മൗലികാവകാശമായി പറഞ്ഞത്, നിനക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാം. പക്ഷെ അതുപോലും ഇന്ന് ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ നാട്ടിൽ. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയല്ല. നേരെ മറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഭീകരത മുസ്ലിം ഉമ്മത്തിന് അറിഞ്ഞുകൂടാ,
ഭീകരത ഞങ്ങളുടെ അജണ്ടയല്ലെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന നാട്, ആ നാട്ടിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് കടന്നു വന്നിട്ട് ഇന്ത്യയുടെ ഭാഗധേയത്തിൽ പങ്കുചേരുകയായിരുന്നു മുസ്ലിം ഉമ്മത്ത്. ഇന്ത്യയുടെ മാറ്റത്തിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു മുസ്ലിം ഉമ്മത്ത്. ഇന്ത്യയുടെ നന്മക്ക് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു മുസ്ലിം ഉമ്മത്ത്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ വെള്ളക്കാരൻ വന്ന് ഇന്ത്യ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ കളവ് പറഞ്ഞിട്ടാണ് അവൻ കടന്നു വന്നത്, അല്ലേ? അവനല്ലേ, അല്ലെങ്കിൽ ആ സായിപ്പല്ല ഇന്ന് നമ്മുടെ റോൾ മോഡൽ അല്ലേ? കള്ളം പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നവൻ അമേരിക്ക കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണെന്നാണ് വാസ്കോ ഡ ഗാമ പറഞ്ഞത്. അമേരിക്ക തേടിപ്പോയി പായക്കപ്പൽ കയറി എവിടെയാണ് അമേരിക്ക എന്ന് അന്വേഷിച്ച് അയാൾ യാത്ര ചെയ്ത് അവസാനം ഇതാ ഒരു വിളക്ക് കത്തുന്നത് കണ്ടു. അയാൾ കപ്പലങ്ങോട്ട് ഓടിച്ചു. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ അമേരിക്ക കണ്ടെത്തി. അങ്ങനെ നേരെ ഓടി വന്ന് ആ വെളിച്ചം കണ്ടിടത്തേക്ക് കപ്പലൊതുക്കി അയാൾ കരയിൽ കയറി. എന്നിട്ട് അയാൾ ചുറ്റും നോക്കി, ബോർഡ് എന്തെങ്കിലും ഉണ്ടോ? സാധാരണ ഒരു നാട്ടിൽ ചെന്നാൽ ഏതായി നാട് എന്നറിയാൻ വേണ്ടി നമ്മൾ ബോർഡ് നോക്കൂലേ? അങ്ങനെ ഇയാൾ വന്നിറങ്ങിയിട്ട് ബോർഡ് നോക്കുകയാണ്, ഇത് അമേരിക്കയിലെ ഏത് ജംഗ്ഷനാണ്. ചുറ്റും നോക്കിയപ്പോഴാണ് കണ്ടത് കോഴിക്കോട് കാപ്പാട്. ഇയാൾ പറഞ്ഞു, ആ കൊള്ളാലോ, ഇത് അമേരിക്കയിലെ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. അയാൾ നേരെ അടുത്തുള്ള ആളെ കണ്ടു, സംസാരിച്ചു. ഇത് അമേരിക്കയിലെ ഏത് ഭാഗത്തുള്ള ജംഗ്ഷനാ? മറ്റയാൾ ഞെട്ടി, അമേരിക്കയിലെ ജംഗ്ഷനോ? എടോ, ഇത് ഇന്ത്യയാണ്, ഇത് കോഴിക്കോടാണ്, ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഓ സോറി, ഐ ആം വെരി സോറി, ഞാൻ വിചാരിച്ചത് അമേരിക്കയാണ് എന്നാണ്, ഞാൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടതാണ് അല്ലേ? ആ വാസ്കോ ഡ ഗാമ വന്ന് കാല് കുത്തിയിട്ട് ലോകത്തോട് കള്ളം പറഞ്ഞു അല്ലേ? സ്പൂണ് കൊണ്ട്, പോക്ക് കൊണ്ട്, പ്ലേറ്റ് കൊണ്ട് ഈ രൂപത്തിലൊക്കെ തീവ്രവാദം നടത്തി എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന വാസ്കോ ഡ ഗാമ കടന്നു വന്നിട്ട് കള്ളം പറഞ്ഞു, ഞാനിങ്ങനെ തെറ്റിദ്ധരിച്ചു വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, എന്ത്? ഏലക്ക, പിന്നെയോ കുരുമുളക്, പിന്നെയോ ഗ്രാമ്പൂ. കണ്ടാ തോന്നും സായിപ്പിന് ബിരിയാണിക്ക് ആക്രാന്തം കയറിയതാണ്. മൊത്തത്തിൽ മസാലക്കഥയും മുഴുവൻ പറയുന്നത്. ഇവിടുത്തെ പിന്നെ ഗ്രാമ്പും ഇവിടുത്തെ ഏലക്കയും ഇവിടുത്തെ ഈ കറുവപ്പട്ടയും അതൊക്കെ കൂടി കണ്ടപ്പോൾ ആർത്തിമൂത്ത് സായിപ്പ് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഗ്രാമ്പു മറയാണ്, ഗ്രാമ്പു കൊണ്ട് മറ കെട്ടിയതാ, ഏലക്ക കൊണ്ട് മറ കെട്ടിയതാ. ഇന്ത്യയിൽ അന്ന് സ്വരുക്കൂട്ടിയ കോടിക്കണക്കിന് സ്വത്ത് അടിച്ചു കൊണ്ടുപോകാൻ, മോട്ടിച്ചു കൊണ്ടുപോകാൻ ഗ്രാമ്പു മറവെച്ച്, ഏലക്ക മറവെച്ച്, കറുവപ്പട്ടം മറവെച്ചിട്ട്, സുഗന്ധദ്രവ്യങ്ങൾ മറവെച്ചിട്ട് കോടിക്കണക്കിന് സമ്പത്ത്, ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി സായിപ്പ് അല്ലേ? അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി. നിലമ്പൂർ കാട്ടിലേക്ക് ട്രെയിൻ കയറ്റി. ആര്? സായിപ്പ് ട്രെയിൻ കയറ്റി. നമ്മുടെ ഗവൺമെന്റ് നിലമ്പൂർ കാട്ടിലേക്ക് ട്രെയിൻ വെട്ടിയിട്ടില്ല, നേരെ മറിച്ച് സായിപ്പ് വെട്ടി, പാലങ്ങൾ കെട്ടി. ഇത് മുഴുവൻ ചെയ്തത് എന്തിനാണെന്നറിയോ? ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചോണ്ട് പോകാൻ. ഇവിടുത്തെ വില പിടിച്ചത് പലതും അടിച്ചുകൊണ്ടുപോയി സായിപ്പ്. അതുകൊണ്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ MP ശശി തരൂർ ഈ അടുത്ത സമയത്ത് സായിപ്പന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത്, നല്ല മോഷ്ടാക്കൾ തന്നെ നിങ്ങൾ, കള്ളന്മാരെ, എൻ്റെ നാട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്നതല്ലേ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്, ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചല്ലേ നിങ്ങൾ സായിപ്പായത് എന്ന് ആ സായിപ്പന്മാരോട് തിരുവനന്തപുരത്തെ MP പോയിട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ സായിപ്പന്മാർ തലയെ കുറിച്ച് നിൽക്കുകയാണ്. ശരിയാ, ഞങ്ങളുടെ വല്യച്ഛൻ അടിച്ചുകൊണ്ട് വന്നതാ, ഫുള്ളടിച്ചു മാറ്റിയതാ, ശരിയല്ലേ? ഈ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയ സായിപ്പിനെ പോലെയാണോ അറബികൾ ഇന്ത്യ രാജ്യത്തേക്ക് വന്നത്? അല്ല, അവർ ഈ നാട്ടിലേക്ക് വന്നു, ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പണിയെടുത്തു എന്ന് മാത്രമല്ല, ഒരു വേള ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് കൊള്ളയടിക്കുമ്പോ രംഗത്ത് വന്ന് പോരാടിയവരോട് മഹാനായ ജമാലുദ്ദീൻ അഫ്ഗാനിയാണ് ആദ്യം ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നത്. നോക്കുമ്പോൾ കണ്ട കാഴ്ച, ഈ നാട്ടിൽ ജനിച്ചു വന്നവനെ കുറിച്ചു നിർത്തി അവന്റെ മുതുകത്ത് ചവിട്ടി സായിപ്പ് വാഹനത്തിൽ കയറുമ്പോ ജമാലുദ്ദീൻ അഫ്ഗാനി വന്നിട്ട് ചോദിച്ചു, കൂട്ടരെ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ മരത്തടികളാകരുത്, നിങ്ങൾ സായിപ്പിന്റെ ചവിട്ടികളാകരുത്, പോരാടണം, നിങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണമെന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി വന്ന് ആഹ്വാനം ചെയ്യുമ്പോ അന്ന് ഗാന്ധിജി പോലും ഇന്ത്യയിലില്ല, അദ്ദേഹം ആഫ്രിക്കയിലാണ്. ആ കാലഘട്ടത്തിൽ ലോകത്തിൽ തന്നെ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ കോളനികൾ സ്ഥാപിച്ച് ആധിപത്യം നടത്തിക്കൊണ്ടിരുന്ന ആ പടക്കെതിരെ പോരാടിയത് വഹാബികളാണ് ഇവർ അതേ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത തീവ്രവാദികളാണെന്ന് അന്ന് ബ്രിട്ടീഷുകാരൻ പറയുമ്പോ വഹാബികൾ കുലുങ്ങിയിട്ടില്ല, സലഫികൾ കുലുങ്ങിയിട്ടില്ല. നേരെ മറിച്ച് ജനിച്ചു വളർന്ന നാടിനു വേണ്ടി അവർ പോരാടി. ആ പോരാട്ട വീതിയിൽ അവർ ചരിത്രം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരെടുത്ത് വായിക്കുമ്പോ അവിടെ കാണാൻ കഴിയുന്നത് സലഫികളായ, വഹാബികളായ, മുവഹിദുകളായ ധീരയോദ്ധാക്കളെ.
മൗലാന അബുൽ കലാം ആസാദ് ആകട്ടെ ദേശീയ തലത്തിൽ ഈ രൂപത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാനാണ്. ആ മഹാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ചു. ബ്രിട്ടീഷുകാരന്റെ അതേ ഇടിയും ചവിട്ടും ഏറ്റുവാങ്ങിയിട്ട് അവന്റെ ജയിലുകളിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു. മഹാനായ അബുൽ കലാം ആസാദിന് സലഫിയാണ് അദ്ദേഹം സലഫിയാണ്, വഹാബിയാണ്. അവിടെ നിങ്ങോട്ട് വരട്ടെ. കേരളത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് നമുക്കിന്നും അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്നത് PT കുഞ്ഞുമുഹമ്മദ്. അദ്ദേഹം ഒരു സിനിമയുണ്ടാക്കി. ആ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമ്പോ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ദൈർഘ്യമുള്ള ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് അഭ്രപാളികളിൽ മിന്നിത്തിളയുന്ന ധീരയോദ്ധാവിന്റെ പ്രകടനം കണ്ട് ചോര തിളച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ന്യൂ ജനറേഷൻ ബ്രോകളെ വിളിച്ചുകൊണ്ട് ചോദിക്കാൻ, എന്താ നീ കണ്ട സിനിമ? അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന കോഴിക്കോടുണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യൻ, ധീര യോദ്ധാവ്, അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ കോർത്തിണക്കിയ സിനിമയാണെന്ന് പറയുമ്പോ ആരാണ് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നറിയുമോ? മുസ്ലിം ഐക്യ സംഘത്തിന്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ശുദ്ധ വഹാബി, ശുദ്ധ സലഫി, ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ മഹാൻ അല്ലേ? അവിടെ നിങ്ങോട്ട് വാ. മൊയ്ദ് മൗലവി 10 കൊല്ലം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നു. അദ്ദേഹം 10 കൊല്ലം ജയിലിൽ കിടന്നു. മൊയ്ദ് മൗലവി ആരായി? മൊയ്ദ് മൗലവി കോൺഗ്രസ് നേതാവായ മൊയ്ദ് മൗലവി വഹാബിയാൻ, സലഫിയാൻ. ഇന്ന് നീ തീവ്രവാദിയാണോ എന്ന് ചോദിക്കുന്ന ആ വഹാബി ഉണ്ടല്ലോ, ആ സലഫി ഉണ്ടല്ലോ, ആ സലഫിയ മൊയ്ദ് മൗലവി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അദ്ദേഹം ഈ സമുദായത്തിന്റെ മോചനത്തിന് വേണ്ടി കൂടി പോരാടി. കാരണം അത് നവോത്ഥാനത്തിന്റെ കാലമാണ്. നാരായണ ഗുരു ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. അയ്യങ്കാളി ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. നാരായണ ഗുരു അദ്ദേഹത്തിന്റെ സമുദായത്തിൽ സംഭവിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്ന കാലമാണ്. കാരണം താഴ്ന്ന ജാതിക്കാരനായി പോയി എന്ന ഒറ്റ കാരണത്താൽ ക്ഷേത്രത്തിൽ പോലും കടക്കാൻ അവകാശമില്ലാതെ, ഒരു കല്ലിനെ പോലും തൊഴാൻ അവകാശമില്ലാതെ, വേദം കേൾക്കാൻ പോലും അവകാശമില്ലാതെ, വേദങ്ങൾ ശപിക്കുന്ന ശൂദ്രന്റെ കാതലീയം ഒഴിക്കണമെന്ന് വിധി എഴുതി വെച്ച കാലഘട്ടത്തിൽ മഹാനായ നാരായണ ഗുരു രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വേദം പഠിച്ചു. അദ്ദേഹം വേദം പഠിച്ചു എന്ന് മാത്രമല്ല, ഒരു വിഗ്രഹത്തെ സ്ഥാപിക്കുവാൻ അന്നവർക്ക് അവകാശമില്ലാത്ത കാലത്ത് അദ്ദേഹം ഒരു വിഗ്രഹത്തെ സ്ഥാപിച്ചു, ഒരു ശിവവിഗ്രഹത്തെ സ്ഥാപിച്ചു. അന്നത്തെ സവർണന്മാർ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നീ എങ്ങനെ നാരായണ ഈ വിഗ്രഹത്തെ സ്ഥാപിക്കും? അദ്ദേഹം പറഞ്ഞു, ഇത് ഈഴവ ശിവനാ, ഞാൻ സ്ഥാപിച്ച ശിവൻ ഈഴവ ശിവനാണ് എന്ന് വാദിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിനിടയിലെ നവജാഗരണത്തിന് വേണ്ടി നാരായണ ഗുരു പണിയെടുക്കുമ്പോ ഒരു താഴ്ന്ന ജാതിക്കാരന് കസവ് മുണ്ടുടുക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടത്തിൽ, ഒരു താഴ്ന്ന ജാതിക്കാരന് ഒരു കാളവണ്ടിയിൽ കയറി സഞ്ചരിക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടത്തിൽ കസവ് മുണ്ടെടുത്ത് അതേ തലപ്പാവ് വെച്ച് കാളവണ്ടിയിൽ കയറി സവർണന്റെ മുന്നിലൂടെ ആ കാളവണ്ടിയെ ഓടിച്ചു കൊണ്ടുപോയി, അതെ ഞാൻ ഇതാ നിലനിൽക്കുന്ന ഈ സാമ്പ്രദായികമായ അന്ധവിശ്വാസത്തിനെതിരെ പോരാടുകയാണെന്ന് പ്രഖ്യാപിച്ച അയ്യങ്കാളി രംഗത്ത് വരുന്ന ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഇന്നും അത് പൂർണ്ണമായി മാറിയോ? നേരത്തെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, ഒരു കുട്ടി ജനിച്ച 5 ബാങ്ക് കഴിഞ്ഞ് മുല കൊടുത്താൽ മതി എന്ന കള്ളത്തങ്ങന്മാർ അല്ലേ? കള്ളത്തങ്ങന്മാർ. ആ തങ്ങന്മാർ സ്വന്തം പെങ്ങളെ വിവാഹം കഴിച്ച തങ്ങന്മാർ. സുബ്ഹാന ജല്ല ജലാലു. തരീഖത്തിന്റെ തങ്ങന്മാര് സ്വന്തം പെങ്ങളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു തങ്ങളെക്കുറിച്ച് വായിച്ചപ്പോൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാ, സ്വന്തം സഹോദരി, ആ സഹോദരി മൂപ്പര് കല്യാണം കഴിച്ചത്. അയാളോട് ചോദിച്ചു, ഇതെന്ത് ദീനാ കൂട്ടരെ, സ്വന്തം പെങ്ങളെ ഞങ്ങൾ കല്യാണം കഴിക്കുക, എന്നിട്ട് അതിലെ കുട്ടി ഉണ്ടാവുക, ഇതെന്ത് ദീനാന്ന് ചോദിച്ചപ്പോൾ അയാൾ നൽകിയ മറുപടി എന്നറിയോ? ഞാൻ ആദം നബിയുടെ ശരീഅത്തിലാകുന്നു. ആദം നബിയുടെ ശരീഅത്തിൽ അങ്ങനെ പെങ്ങന്മാരെ കല്യാണം കഴിക്കാമല്ലോ, ഇതുപോലെ ഞാൻ ആദം നബിയുടെ ശരീഅത്തിലാകുന്നു എന്ന മഹാനവറുകൾ അല്ലേ? ആ ജാതി ആളുകൾ വന്നിട്ട് പറയാൻ, കുട്ടിക്ക് മുല കൊടുക്കരുത്, 5 ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ ജാതി മുസ്ലിം ഉമ്മത്തിന്റെ ചോര ഊറ്റി വളർന്നു വരുന്ന ഇത്തരം കൊതുകുകളെ ഇല്ലാതാക്കുക എന്നത് സലഫികളുടെ ദൗത്യമായിരുന്നു. മൊയ്ദ് മൗലവി അതുകൊണ്ട് തന്നെ 2 നിലയിലും ഇടപെട്ട ആളാ. അതുകൊണ്ട് അക്കാലഘട്ടത്തിൽ മൊയ്ദ് മൗലവിയെ വിളിച്ചു കാഫിർ. കാരെന്താ? മുടി വളർത്തി. ആര്? മൊയ്ദ് മൗലവി. മാത്രമല്ല അദ്ദേഹത്തിന്റെ മഹല്ലത്തിൽ അദ്ദേഹം ഹുതുബ പറയുന്നിടത്ത് നാട്ടിൽ പരസ്യമായി അദ്ദേഹം അമുസ്ലിമാണ്, കാഫിറാണ്. ആര്? മൊയ്ദ് മൗലവി. മൊയ്ദ് മൗലവിയുടെ അവസാനത്തെ പുസ്തകം സലഫി പ്രസ്ഥാനം, അതിന്റെ ഓർമ്മക്കുറിപ്പുകൾ മഹാനായ മൊയ്ദ് മൗലവി എഴുതുമ്പോ ആ മൊയ്ദ് മൗലവിയുടെ പുസ്തകത്തിൽ അദ്ദേഹം കോറിയിട്ടത് കാണാം. എൻ്റെ മഹല്ലത്തിൽ ആളുകൾ എന്നെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെപ്പറ്റി അന്വേഷിക്കാൻ ആളെ വിട്ടു. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താണെന്നറിയോ?
മൊയ്ത് മൗലവി കാഫറാന്ന് പറയാൻ കാരണം മൊയ്ത് മൗലവി 4 മണിക്ക് കുളത്തിൽ കുളിക്കുന്നു. അത് പൂജാരികളാണ് സാധാരണ ചെയ്യാറ്. അതൊരു ഹൈന്ദവ ആചാരമാകുന്നു. 4 മണിക്ക് കുളിക്കലേ? സുബ്ഹാനല്ലാഹ്. ഹേയ്, ഇത് ഈ കാരണം കൊണ്ട് മൊയ്ത് മൗലവി കാഫിറാകുന്നു എന്ന് പരസ്യപ്രസ്താവന നടത്തി. ആ രൂപത്തിൽ സ്വന്തം സമുദായത്തിന്റെ കുത്ത് കിട്ടുമ്പോ അതേ മൊയ്ത് മൗലവി തനിക്ക് തന്റെ മഹല്ലത്തിൽ തന്റെ മിമ്പറിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നവരോട് ആ കാലഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ ഗാന്ധിജിയെ പിന്തുണക്കണം, നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കണം, നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് അന്ന് മിമ്പറിൽ നിന്ന് മഹാനായ മൊയ്ത് മൗലവി വിളിച്ചു പറയുമ്പോ, ആ വഹാബി വിളിച്ചു പറയുമ്പോ, ആ സലഫി വിളിച്ചു പറയുമ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരുന്ന ആളുകൾ സലാം വീട്ടുന്നത് വരെ സഹിച്ചിരുന്നു. സലാം വീട്ടി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ആകെ ബഹളായി, പ്രശ്നമായി, ആളുകൾ ബഹളം വെച്ചു. മൊയ്ത് മൗലവി പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? ഉടൻ തന്നെ പള്ളിയിൽ കൂടിയ ആ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞത്, ഒരു കാഫിറിന്റെ പേരാ പള്ളി വെച്ച് പറഞ്ഞത്. ആര്? മൊയ്ത് മൗലവി. കാരണം ഗാന്ധി കാഫിറല്ലേ, ആ കാഫിറിന്റെ പേരാ പറഞ്ഞത്. മൊയ്ത് മൗലവി ചിരിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇന്നലെ മഗ്‌രിബ് നിസ്കരിച്ച എത്ര ആൾക്കാരുണ്ട് ഇവിടെ? അപ്പൊ അധികം ആൾക്കാരൊന്നും ഇല്ല. മഗ്‌രിബ് നിസ്കരിച്ച ആൾക്കാരൊന്നും അധികം ഇല്ല. എന്നാലും ചില ക്ലവന്മാർ കൈപൊക്കി പറഞ്ഞു, ഞങ്ങളുണ്ട്. ചോദിച്ചു, ഇന്നലെ മഗ്‌രിബിന് 2ാമത്തെ റക്അത്തിൽ ഏത് സൂറത്താ ഓതിയത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ഉടൻ തന്നെ മൊയ്ത് മൗലവി ചോദിച്ചു, അബൂ ലഹബ് ആരാ? മുഅ്മിനാണോ? മുത്തഖാണോ? ആരാണ് ഈ അബൂ ലഹബ്? പച്ചക്കാഫിറല്ലേ? ആ പച്ചക്കാഫിറിന്റെ പേരെവിടെയാ? ഖുർആനിൽ അല്ലേ? ഫറോവന്റെ പേരെവിടെയാ? ഖുർആനിൽ. പിന്നെ എനിക്കെന്താ? അള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് ഗാന്ധി എന്ന് പറഞ്ഞാൽ അബൂലഹബിനോളം വരുമോ ഗാന്ധി? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും പറയും, മഹാത്മാഗാന്ധിജിയുടെ പേര് പള്ളിക്കകത്ത് പറയും എന്ന് വിളിച്ചു പറഞ്ഞ മൊയ്ത് മൗലവി, ആ മൊയ്ത് മൗലവിയെ ചൂണ്ടിയിട്ടാണ് ഇന്ന് രാജ്യമെന്തെന്നറിയാത്ത, രാജ്യസ്നേഹം എന്തെന്നറിയാത്ത, സ്വാതന്ത്ര്യ സമരം എന്തെന്നറിയാത്ത ചില ഏറാൻ മൂളികൾ കടന്നു വന്നിട്ട് സംശയത്തോടെ പറയുന്നത്, നീ തീവ്രവാദിയാണോടാ, നീ ഭീകരവാദിയാണോടാ? ഇവരോട് എന്ത് മറുപടി പറയാൻ? ഞങ്ങൾ ഭീകരവാദി അല്ലോന്നോ, ഞങ്ങൾ തീവ്രവാദി അല്ലാന്നോ? പോയി പണി നോക്കടാ എന്ന് പറയുകയല്ലാതെ, ഇന്ത്യയുടെ ചരിത്രം വായിക്കൂ എന്ന് പറയുകയല്ലാതെ, ലോകത്തോട് അഭിമാനത്തോടെ ഇന്ത്യൻ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട്, ഇന്ത്യക്കാരനായി ജീവിച്ചുകൊണ്ട്, ഒരു മുസ്ലിം എന്ന നിലയിൽ അഭിമാനത്തോടെ അല്ല, ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ, ഒരു സലഫി എന്ന നിലയിൽ, ഒരു വഹാബി എന്ന നിലയിൽ അഭിമാനത്തോടെ പറയട്ടെ, ഇന്ത്യയുടെ ചരിത്രം എഴുതാമോ നിനക്ക്? ഇന്ത്യയുടെ ചരിത്രം എഴുതാമോ നിനക്ക്? സലഫികളെ കുറിച്ച് പറയാതെ, സലഫികളുടെ പേര് രേഖപ്പെടുത്താതെ ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ കഴിയുന്ന ചരിത്രകാരനുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ. സാധ്യമാണോ? വേണ്ട. ഈ ചെറിയ കേരളമുണ്ടല്ലോ, കൊച്ചു കേരളമുണ്ടല്ലോ, പച്ചപ്പിന്റെ നാടുണ്ടല്ലോ, ഈ നാടിന്റെ ചരിത്രം എഴുതാൻ കഴിയുമോ? ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയുമോ? ഈ നാടിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയുമോ? സലഫികളെ മാറ്റി നിർത്തിയിട്ട്, സലഫികളുടെ പേര് പറയാതെ, വഹാബികളുടെ പേര് പറയാതെ, വഹാബികളുടെ പേര് പുകഴ്ത്തി പറയാതെ, വഹാബികളുടെ പേര് അഭിമാനത്തോടെ പറയാതെ, ഈ കൊച്ചു കേരളത്തിന്റെയോ ഇന്ത്യ മഹാരാജ്യത്തിന്റെയോ ചരിത്രം പറയാൻ കഴിയുന്ന ഏതെങ്കിലും ചരിത്രകാരന്മാരുണ്ടോ? ഇല്ല, സാധ്യമല്ല. സലഫികളെ കുറിച്ച് പറയാതെ, സലഫികളെ മഹത്വപ്പെടുത്താതെ ഇന്ത്യയുടെ ചരിത്രം പറയുക സാധ്യമല്ല, കേരളത്തിന്റെ ചരിത്രം പറയുക സാധ്യമല്ല. കാരണം ഈ സമുദായത്തിൽ പണിയെടുത്തവരാ സലഫികൾ. മനസ്സിലാക്കണം. കുറച്ച് ഊശാന്തൂടി താടിയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ തെക്കുമ്പോഴേക്ക് നടന്നതല്ല. നേരെ മറിച്ച് ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി പണിയെടുത്തവരാ ഇവിടുത്തെ സലഫികൾ. അത് അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കേണ്ടി വരും, ചിലപ്പോ അഭിമാനത്തോടെ പറയേണ്ടി വരും നമുക്ക്. അത് ലോകത്തോട് പറഞ്ഞു കൊടുക്കാം, അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കാം. അത് കേൾക്കും ഇവിടുത്തെ സുരേഷ് ഏട്ടൻ, സംശയമില്ല. ഇവിടുത്തെ ശാന്ത ചേച്ചി കേൾക്കും, അവർക്ക് മനസ്സിലാകും. കാരണം ബുദ്ധി അല്ലാഹു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ബുദ്ധി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കേൾക്കും, എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിനെ അന്യമതസ്ഥർ ഉൾക്കൊണ്ടത്. എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന സുരേഷ് ഏട്ടൻ ഇന്ന് വരെ എന്നെ സംശയിച്ചിട്ടില്ല. എൻ്റെ അപ്പുറത്തുള്ള ശാന്ത ചേച്ചി ഇന്ന് വരെ എന്നെ സംശയിച്ചിട്ടില്ല. എൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന പ്രഭാകരേട്ടൻ എന്നെ സംശയിച്ചിട്ടില്ല. എൻ്റെ കൂടെ പഠിച്ച പ്രശാന്ത് എന്നെ സംശയിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഇരുന്ന കിഷോർ എന്നെ സംശയിച്ചിട്ടില്ല. ഒരു ബെഞ്ചിലിരുന്ന പഠിച്ചത്. എൻ്റെ വലതു ഭാഗത്ത് പ്രശാന്ത് ഉണ്ടായിരുന്നു, എൻ്റെ ഇടതു ഭാഗത്ത് കിഷോർ ഉണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാ പഠിച്ചത്, തൊട്ടുരുമ്മിയിരുന്നാ പഠിച്ചത്. ഒരു പാത്രത്തിലാ പലപ്പോഴും ഭക്ഷണം കഴിച്ചത്. ഒരു നേരത്തെ ആഹാരം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ കഴിയാതെ വരികയോ ചെയ്തപ്പോ ഭക്ഷണം വിളമ്പി തന്നത് പ്രശാന്തിന്റെ അമ്മയാണ്. പ്രശാന്തിന്റെ അമ്മ എൻ്റെ പാത്രത്തിലേക്ക് ഭക്ഷണം ഇട്ട് തരുമ്പോ അറപ്പ് തോന്നിയിട്ടില്ല, വെറുപ്പ് തോന്നിയിട്ടില്ല, സ്നേഹം തോന്നി. കാരണം
ആ പ്രശാന്തിന്റെ അമ്മ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നത് ഞാൻ മുസ്ലിമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഞാനത് കഴിച്ചത് അവർ അമുസ്ലിമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ ഏകോദര സഹോദരങ്ങളായി കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിമീങ്ങൾ നാളിതുവരെ ജീവിച്ചത് ഇവിടുത്തെ ഹൈന്ദവനും ക്രൈസ്തവനും അതുപോലെ തന്നെ മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ ജീവിച്ചത് പരസ്പര വിശ്വാസത്തിന്റെ ഈമാനിന്റെ ഭാഗമായി കൊണ്ടാണ്. ഒരു ജംഗ്ഷനിൽ തന്നെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ആ മിനാരങ്ങളുള്ള പള്ളികളും അതുപോലെ തന്നെ ചർച്ചുകളിൽ നിന്ന് മുഴങ്ങുന്ന മണിയും അപ്രകാരം തന്നെ അമ്പലത്തിലെ ഓങ്കാരവും ഒരുപോലെ കേരളത്തിന്റെ മണ്ണിൽ മുഴങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് വർഗീയത തീണ്ടാത്ത, ഫാഷിസം കടന്നു വരാത്ത ഒരു നല്ല കേരളത്തിന്റെ ചരിത്രമാണെങ്കിൽ ഇന്ന് മതിൽക്കെട്ടുകൾ വന്നു, ഇന്ന് വേർതിരിക്കലുകൾ വന്നു, ഇന്ന് വർഗീകരണം വന്നു, ഇന്ന് പരസ്പരം മനുഷ്യ മനസ്സുകളെ കീറിമുറിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ വന്നു. ആ പ്രത്യയശാസ്ത്രങ്ങൾ വരുമ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയണം, അരുത്, ഇന്ത്യയെ നശിപ്പിക്കരുത്, ഇന്ത്യയെ നശിപ്പിക്കരുത്, ഇന്ത്യയെ നശിപ്പിക്കരുത്. കാരണം ഈ രാജ്യം ഇങ്ങനെയായത് വെറുതെ ആയതല്ല. ഒരുപാട് മനുഷ്യരുടെ ചോര, ഒരുപാട് മനുഷ്യരുടെ വിയർപ്പ്, ആ വിയർപ്പ് കൊണ്ട്, ചോര കൊണ്ട് ആണ് മഹത്തായി ഈ രാജ്യം രൂപപ്പെട്ടത്. അതേതെങ്കിലും വർഗീയ ഫാസിസത്തിന്റെ മേറാപ്പ് പേറുന്നവൻ, അതിന്റെ ചിന്താഗതി കൊണ്ടു നടക്കുന്നവൻ, അവൻ കടന്നു വരുമ്പോ, അവൻ അധികാരത്തിലേറുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ നന്മ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ നന്മ ആഗ്രഹിക്കേണ്ടവരാണ്, സമാധാനം ആഗ്രഹിക്കേണ്ടവരാണ് നാം എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ബാധ്യതയുണ്ട്. ആ രംഗത്ത് മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ആ രംഗത്ത് മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനം. ആ രംഗത്ത് മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ് നമ്മുടെ തൗഹീദി പ്രസ്ഥാനം. കാരണം നമുക്ക് തൗഹീദ് കഴിഞ്ഞാൽ, സുന്നത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് രാജ്യക്കൂറ് തന്നെയാണ്, രാജ്യത്തോടുള്ള സ്നേഹം തന്നെയാണ്. അത് നിലനിർത്താൻ, അത് കൂടുതൽ ആർജവത്തോടെ പ്രകടിപ്പിക്കാൻ സമകാലിക സംഭവവികാസങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബേ റഹ്മാനെ, ഞങ്ങൾ സ്വീകരിക്കുന്ന വഴിത്താര നീ സ്വീകരിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നീ വെട്ടിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.